2015 ജനുവരി മാസം 1-ാം തീയതി പുത്തൻ പ്രതീക്ഷകളോടെ പുതുവർഷത്തിലേക്ക് കടന്ന മാനവരാശി. എന്നാൽ അവരെ സ്വാഗതം ചെയ്തത് ആ ഗേറ്റ് ആയിരുന്നു. ഈ ലോകവും മറ്റൊരു ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടൽ. ഗേറ്റുകൾ അഥവാ ഡഞ്ചൻ എന്നറിയപ്പെടുന്ന അത് ലോകത്താകമാനം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഭീകരസത്വങ്ങളും ആ ഗേറ്റുകളിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. പിന്നീട് നടന്നത് ആ ഭീകരജീവികളും അവേക്കൻഡ് ബീയിങ്സ് എന്നറിയപ്പെടുന്ന പുതുശക്തി കിട്ടിയ മനുഷ്യരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. നിരവധി ജയപരാജയങ്ങൾക്കൊടുവിൽ മനുഷ്യന്മാർക്ക് ഭീകരസത്വങ്ങളുടെ രാജാവായ അസ്മോഡിയസിനെ വധിച്ച് ആ മഹായുദ്ധത്തിൽ വിജയിക്കുവാനായി. 2020 ജനുവരി 1-ാം തീയതിയിലായിരുന്നു ആ സംഭവം നടന്നത്. ആ ദിവസത്തെ മനുഷ്യർ വിക്ടറി ഡേ എന്ന് വിശേഷിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷം ഗേറ്റുകളിൽ കൂടി ഭീകരജീവികൾ പുറത്തു വരുന്നത് നിലച്ചു. അങ്ങനെ പുതിയൊരു യുഗം ആരംഭമായി. ഹണ്ടറുകൾ എന്നറിയപ്പെടുന്ന വേട്ടക്കാർ ഈ ഗേറ്റുകളിൽ കൂടി പ്രവേശിക്കുകയും അവിടെ ചെന്ന് പലതരത്തിലുള്ള വസ്തുക്കൾക്കായി ഭീകരജീവികളെ കൊന്ന് ആ വസ്തുക്കൾ ലേലത്തിൽ വിൽക്കാനും ആരംഭിച്ചു. ഭൂരിഭാഗം വേട്ടക്കാരും അവേക്കൻഡ് ബീയിങ്സ് ആയിരുന്നു. അത്തരക്കാർ മനുഷ്യന്റെ അതിർവരമ്പുകൾ കടന്ന അസാധാരണമാം വിധം ശക്തരായവരാണ്. അവരെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്യുകയും ചെയ്യും. ആ കൂട്ടത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ, ഒരു എഫ് റാങ്ക് ഹണ്ടർ. ഇത്തരം ശക്തിയില്ലാത്ത ആൾക്കാരെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. മുറിയും ലോഗൻ എന്ന എനിക്കിഷ്ടപ്പെട്ട, ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്ത് വായിച്ച കൊറിയൻ മാൻഹോയുടെ എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഈ മാൻഹോ എഴുതിയത് ജാങ് ചിയോൾ ബെയ്ഗ് എന്നയാളാണ്. ഇല്ലുസ്ട്രേഷൻ പാർക്ക് ജോങ് സു. ഇതൊരു മാൻഹോയാണ്, അതായത് കൊറിയൻ കോമിക്ക്. എന്നാൽ ഈ കഥയിൽ ചൈനീസ് സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട കാര്യങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ചില പേരുകളും വാക്കുകളും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. മാത്രമല്ല, കൊറിയൻ ചൈനീസ് ഭാഷകളിൽ എനിക്ക് വലിയ രീതിയിലുള്ള പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ടും പല വാക്കുകളും പേരുകളും ഞാൻ പറയുന്നതിൽ തെറ്റുവരാൻ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ചില കാര്യങ്ങൾ മാൻഹ്വ അല്ലെങ്കിൽ മാൻഹുവ വായിക്കുന്നവർക്ക് പരിചിതമാണമെന്നില്ല. എന്നാലും ഈ വീഡിയോയിൽ ആവർത്തിച്ചു വരുന്നതും ഈ കഥയുടെ കാമ്പുമായ ചില വാക്കുകൾ എന്താണെന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയും വിധം പറഞ്ഞു തരാം. ഒന്നാമത്തേത് മുരീം അല്ലെങ്കിൽ മുറീം. മുറീം എന്നത് ഒരു സാങ്കല്പിക ലോകത്തിന്റെ പേരാണ്. അവിടെ മാർഷൽ ആർട്സിൽ വിദഗ്ധരായ ആളുകൾ ജീവിക്കുന്നു. ഈ ലോകത്തിലെ ആളുകൾ അസാധാരണ ശക്തിയുള്ള യോദ്ധാക്കളാണ്. അവർ പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുകയും അതും കൂടാതെ ചി എന്ന ശക്തിയും അവർക്കുണ്ട്. മുറീം ലോകത്ത് സെക്റ്റുകൾ അഥവാ ഗുരുകുലങ്ങൾ പോലുള്ള സംഘങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഷാവോലിൻ ടെമ്പിൾ, മൗണ്ട് ഹുവ സെക്റ്റ് എന്നിവ. ഓരോ സെക്റ്റിനും അതിൻ്റെതായ യുദ്ധകലയും നിയമങ്ങളുമുണ്ട്. രണ്ടാമത്തേത് ചി. QI എന്നാണ് എഴുതുന്നതെങ്കിലും ചി എന്നാണ് ഉച്ചാരണം. അത് ബേസിക്കലി ഒരു ആന്തരിക ഊർജം അല്ലെങ്കിൽ എനർജിയാണ്. വീഡിയോ ഗെയിമിലെ എനർജി ബാർ ഒക്കെ പോലെ. ഇതൊരു മനുഷ്യന്റെ ശക്തി, ആരോഗ്യം, ഒപ്പം മാർഷൽ ആർട്സിലുള്ള കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു. ചിയെ ശരീരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്താണ് ശേഖരിക്കുന്നത്. പേര് ഡാൻറ്റിയൻ, ഏകദേശം നാഭിക്കടുത്ത്. ചി എന്ന കാര്യം അവർക്ക് ധ്യാനത്തിലൂടെയും മരുന്നുകൾ കഴിച്ചും മറ്റു വസ്തുക്കളിലൂടെയും കൂട്ടാൻ പറ്റും. ചി എന്തോരമുണ്ടോ അത്രയും പവർഫുൾ ആണ് ആ മനുഷ്യൻ. മൂന്നാമത്തേത് കൾട്ടിവേഷൻ. കൾട്ടിവേഷൻ എന്നാൽ ബേസിക്കലി ധ്യാനം ചെയ്യുന്ന കാര്യമാണ്. ഈ ചി എന്ന കാര്യം കൂട്ടാൻ വേണ്ടിയുള്ള പ്രത്യേകതരം ധ്യാനമാണ് കൾട്ടിവേഷൻ. യോഗയൊക്കെ പോലെ ഈ കൾട്ടിവേഷൻ ലെവൽ കൂട്ടാനും വഴികളുണ്ട്. മരുന്നുകള്, പ്രത്യേക രഹസ്യ പുസ്തകങ്ങള്, ചില ടെക്നിക്കുകൾ എന്നിങ്ങനെ. ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയുള്ളത് വഴിയെ ശീലമായിക്കോളും. ഇനി വീണ്ടും എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. ഒരിക്കൽ നമ്മളുടെ നായകനായ യുവാവ് എന്തോ ഒരു വലിയ ഇരുമ്പ് പട്ടകം എടുത്ത് 4-ാം നിലയിലുള്ള തന്റെ അപ്പാർട്ട്മെന്റിൽ കഷ്ടപ്പെട്ട് കൊണ്ടുവച്ചു. കഥാനായകന്റെ പേരാണ് ജിൻ ടേ ക്യുങ്. വയസ്സ് 27. ജോലി ഒരു എഫ് റാങ്ക് ഹണ്ടർ. അവൻ ഈ സാധനം കൊണ്ടുവച്ചിട്ട് തന്റെ സുഹൃത്തായ സങ് ജിൻ ഹോ 30 വയസ്സ്, പണി 7 വർഷമായി സപ്ലി എഴുതുന്നു. അവനോട് അഭിപ്രായം ചോദിച്ചു. അളിയാ, നീ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. ചവറ് തന്നെയാണ്. ചവറിനകത്ത് കൈയിട്ട് ചവറ് കണ്ടിട്ട് വേണോ ചവറാണെന്ന് തിരിച്ചറിയാൻ. കണ്ടാൽ അറിയാൻ മേലെന്ന് കൂട്ടുകാരൻ. എന്നാലും ജിന്നിന് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. നീ ഇങ്ങനെ ചവറൊക്കെ കൊണ്ടുവന്നാൽ എങ്ങനാ ഈ ചേട്ടായി? അത് കേട്ട് ജിന്ന് കലിപ്പിച്ച് എണീക്കാൻ തുടങ്ങിയപ്പോൾ നിക്ക് ശക്തിയുള്ള ഒരാൾ സാധാരണക്കാരനെ ഇടിച്ചാൽ നീ അകത്ത് കിടക്കും. കിടത്തേണ്ടി നീയല്ലേ പറഞ്ഞ എഫ് റാങ്ക് ഹണ്ടർ സാധാരണക്കാരെ പോലെയാണെന്ന്. ഒരു ചുക്കിനും കൊള്ളില്ലാന്നൊക്കെ. ഞാനോ? യപ്പാ, ഞാൻ ബൂസായിരുന്നേക്ക് എനിക്കൊരു കോപ്പ് ഓർമ്മയില്ലളിയ. കൂട്ടുകാരൻ ഉരുണ്ട് കളിച്ചു. നായകനായ ജിൻ അതങ്ങ് വിട്ടു. നീ ഇരുന്നതിനാലും നന്നായി. നീ ഒരു സാധാരണക്കാരനെ ഇടിച്ചെന്ന് ഗിൽഡ് അറിഞ്ഞാലും നിന്നെ ഫയർ ചെയ്തേനെ. എന്നെ അവര് നേരത്തെ ഫയർ ചെയ്തു. അത് കേട്ട് സോങ് ഞെട്ടി. ഇന്ന് ജോലിക്ക് ചെന്നപ്പോൾ തന്നെ ഞാൻ ചെയ്തതിനെല്ലാം നന്ദി എന്ന് ടീം ലീഡർ വന്ന് പറഞ്ഞു.
ജിൻഡേക്യുങ്ങിന്റെ അച്ഛൻ ഒരു ഹണ്ടർ ആയിരുന്നത് കൊണ്ടാണ് അവനും ഹണ്ടർ ആയത്. ആ ഫീൽഡിൽ ഒരു കഴിവുമില്ലാഞ്ഞിട്ടും ഒരു ലോ റാങ്കിങ് ഹണ്ടർ ആയിരുന്നിട്ടും കഷ്ടപ്പാടുന്ന ധർമ്മത്തിൽ അവൻ അഭിമാനിച്ചിരുന്നു. ബുദ്ധിമുട്ടി തന്നെയാണ് അവൻ തന്നെ അമ്മയുടെ ആശുപത്രി ബില്ലുകളും അനിയത്തിയുടെ പഠനകാര്യങ്ങളും നോക്കിയിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൻ കഴിഞ്ഞ 7 വർഷമായി അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം നഷ്ടമായതുപോലെ അവന് തോന്നി. കൂട്ടുകാരനും സങ്കടം വന്നു. എന്നാൽ അവന് സങ്കടം വന്നെന്ന കാര്യം ജിൻഡേക്യുങ് മുതലെടുത്തു. കൂട്ടുകാരന്റെ ചെലവിൽ മതിമറന്ന് വെള്ളമടിക്കാൻ തീരുമാനമായി. പക്ഷേ ആഘോഷമൊക്കെ കഴിഞ്ഞപ്പോ സങ്കിൻഹോ ഓഫായി പോയിരുന്നു. അവനെ ചുമന്നു കൊണ്ടുവന്ന് ജിൻഡേക്യുങ് കട്ടിലിലിട്ടിട്ട് എണീപ്പിക്കാൻ നോക്കിയെങ്കിലും ആരെണീക്കാൻ? ഉള്ള വിഷമം മറക്കാൻ പോയിട്ട് ലാസ്റ്റ് ഒറ്റയ്ക്കായി. അവൻ മടുത്തവിടെ ചാരിയിരുന്നു. അപ്പോഴാണ് അവൻ വൈകിട്ട് കൊണ്ടുവച്ച ആ സാധനം ശ്രദ്ധിക്കുന്നത്. അത് വിറ്റ മൂക്കിപ്പൊടിക്കുള്ള പൈസ പോലും കിട്ടുമോ എന്ന് അവന് സംശയമായിരുന്നു. എന്നാലും അവൻ ആ സാധനം തുറന്നു. അതിനകത്ത് ഒരു ഹെഡ് ഗിയറും ഒരാൾക്കിരിക്കാൻ പാകത്തിൽ സീറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഒരു യൂസേഴ്സ് മാനുവലും. ആരോ കളഞ്ഞ സാധനത്തിനകത്ത് യൂസേഴ്സ് മാനുവലോ എന്നവൻ അത്ഭുതപ്പെട്ടു. അതിനകത്ത് ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഡിസ്ക്രിപ്ഷൻ: മോസ്റ്റ് റിയലിസ്റ്റിക് സിമുലേറ്റർ, മോഡൽ നമ്പർ ആർക്ക് 2020, നിർമ്മാണം എച്ച് സോഫ്റ്റ്, ഡേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ജനുവരി 1, 2020. 2020 അന്നല്ലേ യുദ്ധം അവസാനിച്ചത്? പ്രിന്റിംഗ് എറർ ആയിരിക്കും. എല്ലാ മണ്ടന്മാരുമേ ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. എന്നാൽ അതിലൊരു വാർണിംഗ് ഉണ്ടായിരുന്നു: പ്ലെയറിന് ലോഗൌട്ട് ചെയ്യാൻ സാധിക്കില്ല. ഗെയിമിനുള്ളിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലും മരിക്കും. എന്താണേലും ജിൻഡേക്യുങ് ഉറങ്ങാൻ തീരുമാനിച്ചു, അതും തറയിൽ. പക്ഷെ അതിലൊരു ചതി ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ പുറപ്പെടുവിക്കുന്ന അപശബ്ദങ്ങൾ അവിടെ മാകം മുഴങ്ങി. ഈ പന്നിയെ ഞാൻ കൊല്ലും. അപ്പോഴാണ് അവൻ ആ ക്യാപ്സൂൾ ശ്രദ്ധിച്ചത്. അതിനകം സൗണ്ട് പ്രൂഫ് ആയിരിക്കുമോ എന്ന് കരുതി അതിനകത്ത് കയറി ഹെൽമെറ്റും വെച്ചിരുന്നു. പ്രതീക്ഷ തെറ്റിയില്ല. അതിനകം നിശബ്ദമായിരുന്നു. മാത്രമല്ല നല്ല കംഫർട്ടബിളും. എന്നാലും ചിന്തകൾ അവനെ അലട്ടാതിരുന്നില്ല. നാളെ മുതൽ ഇനി എന്ത് ചെയ്യും? ഒരു ഗിൽഡിന്റെയും ഭാഗമല്ലെങ്കിൽ അതിരാവിലെ തന്നെ എന്തെങ്കിലും ജോബ് റിക്വസ്റ്റിനായിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയി ക്യൂ നിൽക്കണം. ഗിൽഡിൽ അംഗമല്ലാത്ത ഹണ്ടർമാരോട് അവരിച്ചിരി മോശമായിട്ടുമാണ് പെരുമാറുന്നത്. മാത്രമല്ല പണി ചെയ്ത് കിട്ടുന്ന പൈസയുടെ നല്ലൊരു ഭാഗം അവർ കൈക്കലാക്കുകയും ചെയ്യും. എന്നിരുന്നാലും അമ്മയ്ക്കും അനിയത്തിക്കും നല്ലപോലെ ജീവിക്കാനാകുമായിരിക്കാം. ആ പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി ഒരു എഫ് റാങ്ക് ഹണ്ടർ എന്ന നിലയ്ക്ക് ഒരു പട്ടിയുടെ ജീവിതം ജീവിക്കാനും ജിൻഡേക്യുങ് തയ്യാറായിരുന്നു. അമ്മയുടെ ബില്ലൊക്കെ എങ്ങനെ നോക്കും? അച്ഛൻ ഇപ്പോഴും ജീവനോടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നേനെ. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. അച്ഛാ, അതിലെന്നെ വിശ്വസിക്കാം. ക്ഷീണം തോന്നിയ അവൻ അറിയാതെ ആ ക്യാപ്സൂളിനകത്തിരുന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ ആ യന്ത്രം പ്രവർത്തിക്കാൻ ആരംഭിച്ചു. പ്ലെയറിനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. അൺഐഡന്റിഫൈഡ് പ്ലെയർ, താങ്കൾക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുണ്ടോ? മറുപടിയില്ല. മറുപടിക്കായുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. കമൻസിംഗ് ഓട്ടോമാറ്റിക്കലി. അത് ലോഡാകാൻ തുടങ്ങി. ലോഡിംഗ് കംപ്ലീറ്റ്. ക്രിയേറ്റിംഗ് പ്ലെയർ പ്രൊഫൈൽ. പ്ലെയർ ജിൻഡേക്യുങ്ങിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മുറീമിന്റെ ലോകത്തിലേക്ക് താങ്കൾക്ക് പ്രവേശിക്കണോ? പിന്നെയും മറുപടിയില്ല. അതുകൊണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പ്രൊസീഡ് ചെയ്തു. താങ്കളുടെ വിജയത്തിനായി ഞങ്ങൾ ഉറ്റുനോക്കുന്നു. ഗുഡ് ലക്ക്. നല്ലപോലെ തണുപ്പ് തോന്നിയിട്ടാണ് ജിൻഡേക്യുങ് കണ്ണു തുറന്നത്. പക്ഷെ അവൻ ഞെട്ടിപ്പോയി. ഒരു യുവതിയുടെ കൂടെ കിടക്ക പങ്കിടുന്നു. ഇതെന്ത് കോപ്പാണെന്ന് വിചാരിച്ച് അവൻ ചാടി എണീറ്റു. എന്താണോ നടക്കുന്നത്? അവൻ ഇതെവിടാണെന്ന് അവൻ അത്ഭുതപ്പെട്ടു. ഹോസ്റ്റസ് ബാർ വല്ലതാണോ? പക്ഷെ മദ്യപാനം കഴിഞ്ഞ് വീട്ടിൽ വന്നതായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ? എക്സ്ക്യൂസ് മീ. അവൻ ആ അടുത്ത് കിടന്ന യുവതിയെ വിളിച്ചുണർത്തി. എന്നിട്ട് ഞാൻ ഇതെവിടാ? പക്ഷെ അവൾ ഷെൻമി എന്നാണ് ചോദിച്ചത്. ചൈനീസിൽ അതിനർത്ഥം എന്താ എന്നാണ്. അവനാണെങ്കിൽ മനസ്സിലായില്ല. നിന്റെ പേര് സുന്നി എന്നാണോ? പക്ഷെ പേരല്ല ഞാൻ ചോദിച്ചേ, ഷെൻമി. ഷെൻമി, നീ ചൈനീസ് ആണോ? നീ എന്താ പറയുന്നേ എന്നവൾ ചൈനീസിൽ ചോദിച്ചു. ജിന്നാകെ കുഴപ്പത്തിലായി. അപ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ താങ്കൾക്കൊരു മെസ്സേജ് ഉണ്ട്, വായിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചൊരു സാധനം പ്രത്യക്ഷപ്പെട്ടു. ഞെട്ടിപ്പോയ ജിൻഡേക്യുങ് ഇതെന്ത് കോപ്പാണെന്ന് പറഞ്ഞു ഒരൊറ്റ ഇടി. പിന്നെ 2 മെസ്സേജ് കൂടി വന്നു. ജിൻഡേക്യുങ് ഞെട്ടി താഴെ വീണു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: മറുപടി തരാൻ അനുവദിച്ച സമയം കഴിഞ്ഞതിനാൽ താങ്കളുടെ ക്യാരക്ടറിനെ റാൻഡമായിട്ടാണ് തിരഞ്ഞെടുത്തത്. താങ്കൾ ഇനി മുറീമിന്റെ ലോകം എക്സ്പ്ലോർ ചെയ്യും. ക്യാരക്ടറിന്റെ പേര് ജിൻഡേക്യുങ്. മുറീമിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്തതിന് റിവാർഡായി ഉടനെ തന്നെ ഒരു സമ്മാനം ലഭിക്കുന്നതാണ്. താങ്കളുടെ ക്യാരക്ടറിന് ഈ ലോകത്തിലെ ഭാഷ തർജ്ജമ ചെയ്യാനുള്ള കഴിവുണ്ട്. ട്രാൻസ്ലേഷൻ പാക്കേജ് ഡൗൺലോഡ് ചെയ്യാൻ തയ്യാറാണോ? ക്യാരക്ടറോ? മുറിയുമോ? ലോഗിൻ? എന്തോന്നാ? അവനൊന്നും മനസ്സിലായില്ല. അപ്പോൾ ട്രാൻസ്ലേഷൻ പാക്കേജ് ഡൗൺലോഡ് ആയെന്നൊരു മെസ്സേജ് വന്നു. നിക്ക്. അപ്പോ മാസ്റ്റർ ജിൻ, താങ്കൾ ഓക്കെ ആണോ? ആ യുവതി ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. ഇവള് പറയുന്ന മനസ്സിലാകുന്നു. ഇവിടെ എന്ത് കുന്തമാ നടക്കുന്നേ?
അപ്പൊ ബേസിക്കലി ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഞാനൊരു ഗെയിമിന്റെ അകത്താണ്. പിന്നെ ഞാൻ ഈ ക്യാരക്ടറായാണ് കളിക്കുന്നത്. ജിൻ തന്റെ പുതിയ രൂപമൊക്കെ എന്ന് കണ്ണാടിയിൽ കണ്ടു. ഈ ഫുൾ സംഭവം കൊള്ളാവല്ലോ എന്ന് അവൻ ആലോചിച്ചു. പക്ഷേ ഈ ഗെയിമിനകത്ത് കയറിയതോ ഇത് ഓണാക്കിയതോ ഒന്നും അവൻ ഓർമ്മയില്ല. അപ്പോൾ ഒരു സൂപ്പുമായി വന്ന ആ യുവതി അവിടേക്ക് വന്നു. അതായിരുന്നു വോൾഹ, സുന്ദരിയായ ഒരു യുവതി. ഇതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ. ടെക്നോളജി ഒക്കെ വളർന്നെന്ന് ഞാൻ കേട്ടിരുന്നു, പക്ഷെ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇതാണല്ലേ ആൾക്കാർ ഈ VR ഗെയിം ഒക്കെ കളിക്കുന്നേ, കൊള്ളാം. അവന്റെ നോട്ടം കണ്ടവളൊന്ന് ചുമച്ചു. എന്തു പറ്റി? എനിക്ക് തോന്നുന്നതാണോ? മാസ്റ്റർ ജിൻ, നിങ്ങൾ എന്താ ഇത്ര വിചിത്രമായി പെരുമാറുന്നത്? അവൾ ചോദിച്ചു. എന്താ ഇത്ര വിചിത്രം? എനിക്കറിയാൻ മേല. എല്ലാം ഒന്നെങ്കിലും നിങ്ങൾക്ക് വട്ടായി, അല്ലേല് ബോധം പോയി. എന്നോട് ഭയങ്കര ഫോർമലായിട്ടൊക്കെ സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റിയതാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ ക്വസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. അതവൻ ആക്സെപ്റ്റ് ചെയ്തു. മുറീമിന്റെ ലോകത്തിലേക്ക് താങ്കൾ പിച്ച വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. താങ്കളുടെ ഇപ്പോഴത്തെ ചുറ്റുവട്ടത്തെക്കുറിച്ച് വിവരം ശേഖരിച്ച് പരിചിതമാകുക. അതായിരുന്നു ക്വസ്റ്റ്. ക്വസ്റ്റിന്റെ റിവാർഡായിട്ട് ഒരു ട്രഡീഷണൽ ഉടുപ്പ്, ക്യാരക്ടർ പ്രൊഫൈലിലേക്ക് ആക്സസ്, ഇൻവെന്ററി ആക്സസ്, സ്കിൽ ആക്സസ്, അടുത്ത ക്വസ്റ്റിലേക്കുള്ള ആക്സസ് എന്നിവയെ ലഭിക്കും. അവൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. സാധാരണ ട്യൂട്ടോറിയൽ കുറച്ച് മൊയിലിനെയൊക്കെ പിടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാനാണല്ലോ. എന്താണേലും അതിനൊത്ത് കളിക്കാൻ അവൻ തീരുമാനിച്ചു. ആദ്യം ഇൻഫർമേഷൻ ശേഖരിക്കണം. എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയും? അവൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു. അത് കേട്ട അവൾക്ക് ചിരി വന്നു. ഇത് നല്ല ചോദ്യം. റൂമേഴ്സ് പോലെ തന്നെയാണല്ലോ നിങ്ങള്. റൂമേഴ്സോ? നിങ്ങളിത് നേരത്തെ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ മുഖത്ത് നോക്കി ഞാനിത് എങ്ങനെ പറയും? എനിക്കത് പ്രശ്നമില്ല, പറഞ്ഞു. ജിന്നിന്റെ നോട്ടം കണ്ട് അവളൊന്ന് പകയ്ക്കാതിരുന്നില്ല. അതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. ഹിഹിഹി, ഞാൻ കേട്ടത് തന്നെയാണോ നീ കേട്ടതെന്ന് അറിയാനാ? കുറെ നാളായിട്ട് കേൾക്കണതല്ലേ, എനിക്ക് ഫീൽ ആവില്ലെന്നേ നീ പറഞ്ഞു, അവൾ പറയാൻ ആരംഭിച്ചു. ആ സംഭാഷണത്തിന് ശേഷം അവന് കുറച്ചധികം ഇൻഫർമേഷൻ തന്നെ കിട്ടി. ആദ്യം അവൻ എവിടെയാണെന്ന് അവൻ കണ്ടുപിടിച്ചു. ഷാൻഷി എന്നൊരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്താണ് അവൻ ഉള്ളത്. തലസ്ഥാനത്തിന്റെ പേരാണ് ടൈയുവാൻ. അവൻ ഇപ്പോഴുള്ള വേശ്യാലയം ടൈയുവാന്റെ ഉള്ളിലെ ഒരു നഗരത്തിലാണ്. ആ സ്ഥാപനത്തിന്റെ പേരാണ് ക്രിംസൺ ഫ്ലവർ. വോൾഹ ആ സ്ഥാപനത്തിലെ ഒരു ഉയർന്ന ഹോസ്റ്റസ് ആണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനാണ് ജിൻഡേക്യും. വയസ്സ് 20. ടൈവാനിൽ താമസിക്കുന്ന ജിൻ കുടുംബത്തിലെ ഏറ്റവും ഇളയ സന്തതി. ഷാൻഷി സംസ്ഥാനത്തെ വരെ പ്രതിനിധീകരിക്കുന്ന ടൈവാനിലുള്ള ഒരു അന്തസ്സുറ്റ കുടുംബമാണ് ജിൻ ഫാമിലി. കൊള്ളക്കാരെ ചേർത്ത് നിൽക്കുന്നതിലായിരുന്നു അവർ പ്രശസ്തർ. പിന്നെ ജനങ്ങൾക്ക് ക്ഷാമകാലത്ത് ആഹാരവും വസ്തുക്കളും കൊടുക്കുന്നത് അവരായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ജിൻ ഫാമിലിക്ക് നല്ല ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് 2 മെസ്സേജ് വന്നു. താങ്കൾ ജിൻ ഫാമിലിയെ കുറിച്ചുള്ള വിവരം ശേഖരിച്ചിരിക്കുന്നു. സൺ ഓഫ് എ നോബിൾ എന്ന ടൈറ്റിൽ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. ജിൻഡേക്യുങ്ങിനെ ലോട്ടറി അടിച്ച പോലെയായിരുന്നു. ഒരു പണക്കാരൻ കുടുംബത്തിലെ റിച്ച് പയ്യൻ. പക്ഷെ നിങ്ങളുടെ കുടുംബം എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെന്നാണ് ഞാൻ കേട്ടത്, അവൾ പറഞ്ഞു. പുറത്തുള്ള പ്രശ്നം എന്തെന്നാൽ മൗണ്ട് ഹെങ്ങിലെ സോട്ട് സെറ്റ് ഷാൻഷി പ്രൊവിൻസിലെ നേതൃത്വ സ്ഥാനം നിങ്ങളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അകത്ത പ്രശ്നം എന്തെന്നാല് ജിൻ കുടുംബത്തിലെ 3ാമത്തെ സന്തതി ഒരു താന്തോന്നിയാണ്. പിന്നെ കാണുമല്ലോ, അതുപോലെ ഒരു നാറി എല്ലായിടത്തും കാണും. പക്ഷെ പയ്യാണ് അവന് കാര്യം കത്തിയത്. നിക്കി, ജിൻ കുടുംബത്തിൽ എത്ര സന്തതികളുണ്ട്? 3. കോപ്പ്, അത് ഞാനല്ലേ? അടുത്ത മെസ്സേജും വന്നു. ഷെയിം ഓഫ് ഫാമിലി എന്ന ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നു. കുടുംബത്തിലെ പുകഞ്ഞ കൊള്ളി. വിവരം ശേഖരിക്കുക എന്ന ക്വസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്തേലും ആവട്ടെ, കുടുംബത്തിൽ ചീത്തപ്പേരാണല്ലോ. എന്നാ ഇത് വെറും ഗെയിം അല്ലേ? ഞാൻ ക്വസ്റ്റ് മാത്രം കംപ്ലീറ്റ് ആക്കിയാൽ മതി. ഞാനിപ്പോ വിവരം ശേഖരിച്ചു, ഇനി എല്ലാമായിട്ടൊന്ന് പരിചിതമായാൽ മതി. അവൻ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ കാണിക്കാൻ തുടങ്ങി. മാസ്റ്റർ ജിൻ, ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കണം. താങ്കൾക്ക് ഇപ്പോഴും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മൾക്കൊരു ബ്രേക്ക് എടുക്കാം. അപ്പോഴാണ് അവന് സ്വബോധം വന്നത്. ഓപ്പ്, ഞാൻ ഈ ഗെയിം കളിച്ച് എന്നാണിക്കുക, എനിക്ക് പോയി പണി അന്വേഷിക്കണം. അവൻ ചാടി എണീറ്റു. കുറച്ചു നേരത്തേക്കാണെങ്കിലും കൊള്ളാമായിരുന്നു. കോൺഫിഡൻസോടെ ലോഗൌട്ട് എന്ന് പറഞ്ഞവൻ കൈ ഉയർത്തി. ഒന്നും സംഭവിച്ചില്ല. ഇതെന്നാ വർക്കാവാത്തെ? ലോഗൌട്ട് പറഞ്ഞത് തെറ്റിപ്പോയോ? LOGOUT, ലോഗൌട്ട്. അപ്പൊ ദേണ്ട ചാറ പറ മെസ്സേജ്. ലോഗൌട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതിന്റെ അർത്ഥം എന്നാ? ചെയ്യാൻ പാടില്ലാത്ത വല്ലതും ഞാൻ ചെയ്തോ? സിസ്റ്റത്തിലെ എറർ വല്ലതും ആണോ? ചിലപ്പോ ലാഗ് അടിക്കുന്നതാണേലോ. ഇനി ക്യാപ്സ്യൂള് പണി തന്നതാണോ? ചുമ്മാ കുപ്പ കിടന്നൊന്നും എടുക്കാൻ നിൽക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് കളഞ്ഞാ മതിയായിരുന്നു. മര്യാദയ്ക്ക് ആ മാനുവല് മുഴുവൻ വായിച്ച. അതെ, യൂസേഴ്സ് മാനുവല് ഞാനത് വായിച്ചതാ. അതിലെന്നായിരുന്നു പറഞ്ഞിരുന്നേ? അപ്പോൾ അവൻ ആ വാണിങ്ങിനെ കുറിച്ച് ഓർത്തു. പാടാല മുട്ട കൊത്തി തകർന്നിരുന്നു പോയി. ഞാൻ ഈ ഗെയിമിന്റെ അകത്ത് പെട്ട്. അടുത്ത മെസ്സേജ്. സാഹചര്യവുമായി പരിചയപ്പെടുക എന്ന ഒബ്ജക്റ്റീവ് പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനു പിറകെ അവന് ക്വസ്റ്റ് റിവാർഡ് വന്നു.
ക്യാരക്ടർ പ്രൊഫൈല്, സ്കിൽസ്, ഇൻവെന്ററി എന്നിവയിലേക്കുള്ള ആക്സസ്, പിന്നെ ട്യൂട്ടോറിയൽ പാർട്ട് 2 കടക്കാനുള്ള അനുവാദവും. മൊത്തത്തിൽ ഞാൻ പെട്ട്. വിജനമായ വഴിയിലൂടെ ഒരു കുതിരവണ്ടിയിൽ ജിൻഡേക്കും തിരികെ പോകുന്നു. അവൻ ചില കാര്യങ്ങൾ ചിന്തിച്ചു. കഴിഞ്ഞ 3 ദിവസമായിട്ട് ലോഗൌട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ പണിയും അവൻ ചെയ്തിരുന്നു. എന്നാൽ ലോഗൌട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ അവൻ മുറീം എന്ന പേരുള്ള ഏതോ ഒരു മാർഷൽ ആർട്സ് ഗെയിമിന്റെ അകത്താണ്. ഇതിൽ മരിച്ചാൽ യഥാർത്ഥ ജീവിതത്തിൽ മരിക്കും. ആദ്യം അവൻ പുറത്തു നിന്നും ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് ചിലപ്പോൾ ആർക്കും രക്ഷിക്കാനായില്ലെങ്കിലോ എന്ന്. എന്നാലും എന്തേലും ഒരു വഴി കാണും. യൂസേഴ്സ് മാനുവലിൽ പ്ലെയേഴ്സിന് സ്വന്തം താല്പര്യത്തിൽ ലോഗൌട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ്. അതിനർത്ഥം ഗെയിമിലെ ചില കണ്ടീഷൻസ് പൂർത്തിയാക്കിയാലേ ലോഗൌട്ട് ചെയ്യാൻ പറ്റുമെന്നല്ലേ. അതുകൊണ്ട് 3 ദിവസം കണ്ട മാനസിക പീഡകളെല്ലാം അനുഭവിച്ചതിന് ശേഷം അവൻ ഒരു പരിഹാരത്തിലെത്തി. ഈ ഗെയിമിൽ ലെവലപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യണം. അതവന് നേടിയെടുക്കാനായി ജീവന് ഭീഷണിയില്ലാത്തൊരു സ്ഥലം കണ്ടെത്തണം. പിന്നെ ബാക്കിയുള്ളവരുടെ സഹായവും വേണം. അങ്ങനെ ഒരു സ്ഥലം അവനറിയാം. അതുവരെ സമാധാനത്തോടെ ഇരിക്കണം. എനിക്കിത് ചെയ്യാൻ പറ്റും. ഫൈറ്റിംഗ്! ജിൻഡേക്യുങ് ക്വസ്റ്റ് മെനു തുറന്നു. അതിൽ ട്യൂട്ടോറിയൽ 2ാം ഭാഗത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ശരി മൂളി. പോപ്പപ്പ് ചെയ്ത ബോക്സിൽ ഇങ്ങനെയായിരുന്നു: താങ്കൾക്ക് ബേസിക് ഇൻഫർമേഷൻ ശേഖരിക്കാനും ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം മനസ്സിലാക്കാനും സാധിച്ചു. എന്നാലും മുറീമിന്റെ ലോകം താങ്കൾക്ക് ഇപ്പോഴും അപരിചിതമാണ്. ഇനി മുതൽ സിസ്റ്റം എന്ന താങ്കളുടെ ഒരേ ഒരു ശക്തിയിൽ ആശ്രയിക്കണം. ആ ക്വസ്റ്റ് വിജയിക്കാൻ വേണ്ടി ചെയ്യേണ്ടിയിരുന്നത്: 1. സ്റ്റാറ്റസ് പോയിന്റുകൾ ക്യാരക്ടർ പ്രൊഫൈലിൽ കൊടുക്കുക. 2. സ്കിൽ മെനുവിൽ എബിലിറ്റി പോയിന്റ് കൊടുക്കുക. 3. ഇൻവെന്ററിയിൽ നിന്നും ഐറ്റം ഉപയോഗിക്കുക എന്നിവയായിരുന്നു. റിവാർഡായിട്ട് ഒരു കുന്തവും പിന്നെ തുടർന്നുള്ള ക്വസ്റ്റുകളും ലഭിക്കും. അതിനനുസരിച്ച് അവൻ ക്യാരക്ടർ പ്രൊഫൈൽ തുറന്നു. ആ മെനുവിൽ ഇങ്ങനെയായിരുന്നു: ലെവൽ 10 ജിൻഡേക്യുങ്, ജോബ് 3ാം കിട പോരാളി, പ്രശസ്തി 0, പദവികൾ സൺ ഓഫ് എ നോബിൾ, കുടുംബത്തിന്റെ അപമാനം, സ്ട്രെങ്ത്, അജിലിറ്റി, ചാമ്, സ്റ്റാമിന, ഇന്റലിജൻസ്, ചി എല്ലാം 10 പോയിന്റ് വെച്ച്. അവൈലബിൾ പോയിന്റ്സ് 100. ഇതെന്തു കുന്തവാ? ഇവിടുത്തെ വലിയ കുടുംബത്തിലെ സന്തതിയായിട്ടും വെറും ലെവൽ 10 3ാം കിട പോരാളി മാത്രമാണ് ഞാൻ. ഈ കുടുംബത്തിന്റെ അപമാനം എന്ന പദവി ഉള്ള കാരണമായിരുന്നു അവന് വലിയ പ്രശസ്തിയൊന്നും ഇല്ലായിരുന്നത്. എന്താണേലും കുറച്ച് സ്റ്റാറ്റസ് കൂട്ടാൻ അവൻ നോക്കി. ആദ്യം ചീയിലേക്ക് തന്നെ കൊടുത്തു. എന്നാൽ സ്വയം ട്രെയിൻ ചെയ്തോ മരുന്നുകൾ വഴിയോ സ്പെഷ്യൽ ഐറ്റങ്ങൾ കൊണ്ടോ മാത്രമേ ചീ ഉയർത്താൻ പറ്റൂ എന്ന് മെസ്സേജ് വന്നു. അതുകൊണ്ട് അതിജീവനം മാത്രം ലക്ഷ്യമിട്ട് 30 പോയിന്റ് ശക്തിക്കും 30 പോയിന്റ് സ്റ്റാമിനയ്ക്കും 40 പോയിന്റ് അജിലിറ്റിക്കും അവൻ കൊടുത്തു. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചു. ഇത് 7 വർഷം മുന്നേ നടന്ന അവേക്കനിങ് പോലെ തന്നെയാണല്ലോ. അവേക്കനിങ്? എന്നാലും ഇവിടെ വെച്ച്? അടുത്ത മെസ്സേജ്: താങ്കൾ ഒരു 2ാം കിട പോരാളിയായിരിക്കുന്നു എന്ന്. അടുത്തതായി അവൻ സ്കില്ല് തുറന്നു. അതിൽ ഇങ്ങനെയായിരുന്നു: കൾട്ടിവേഷൻ, ജിൻ ഫാമിലിയുടെ കൾട്ടിവേഷൻ ടെക്നിക് ലഭ്യമല്ല. മാർഷൽ ആർട്സുകൾ, ജിൻ ഫാമിലിയുടെ സ്പിയർ ടെക്നിക് ലഭ്യമല്ല. ജിൻ ഫാമിലിയുടെ ഫുഡ് വർക്ക് ടെക്നിക് ലഭ്യമല്ല. ഫിസിക്കൽ സ്റ്റേറ്റ് 10, ഇന്റേണൽ സ്റ്റേറ്റ് 10, അവൈലബിൾ പോയിന്റ്സ് 100. പിന്നെ ഇതും കൂടി ഉണ്ടായിരുന്നു: താങ്കൾക്ക് ഇപ്പോൾ മാർഷൽ ആർട്സ് ഉപയോഗിക്കാനാവില്ല. പരിശീലിക്കാത്തത് കൊണ്ട് എല്ലാ വിദ്യകളും താങ്കൾ മറന്നുപോയിരിക്കുന്നു. ഇതെന്ത് കോപ്പാ! ദേഷ്യം വന്നെങ്കിലും അവൻ സമാധാനിച്ചു. പിന്നെ പോയിന്റ്സ് എവിടെ കൊടുക്കുമെന്ന് നോക്കി. ഇന്റേണൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആന്തരികാവസ്ഥയിൽ ടെൻഡനുകളും സിരകളും ശരീരത്തെ വലയം ചെയ്യുന്നു. അവ ശക്തമായ ഇന്റേണൽ ഫോഴ്സ് നിലനിർത്തുന്നതിൽ അത്യന്താപേക്ഷിതമാണ്. ഫിസിക്കൽ സ്റ്റേറ്റിൽ അസ്ഥികളും മസിലുകളും ശരീരത്തെ വലയം ചെയ്യുന്നു. അവ ശക്തമായ എക്സ്റ്റേണൽ ഫോഴ്സ് നിലനിർത്താൻ സഹായിക്കും. എന്റെ ലോകത്ത് ഞാനൊരു റാങ്ക് ഓഫ് 100 ആയിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സ്റ്റൈല് എക്സ്റ്റേണൽ ഫോഴ്സ് പോലെയാണ്. മാജിക് ഉപയോഗിക്കുന്നതും ഓറ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഇന്റേണൽ ഫോഴ്സ് പോലെയും. പക്ഷേ ജിൻഡേക്യുങ്ങിന് 2ാമത്തെ കഴിവില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നേരത്തെ തന്നെ വഴക്കമുള്ള സാധനത്തിലേക്ക് കൂടുതൽ പോയിന്റ് കൊടുത്തു. 60 പോയിന്റ് ഫിസിക്കൽ സ്റ്റേറ്റിനും 40 പോയിന്റ് ഇന്റേണൽ സ്റ്റേറ്റിനും. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി. അവന്റെ അസ്ഥികൾ ഒട്ടിയാനും മസിലുകൾ പിരിയാനും ആരംഭിച്ചു. അതിഭീകരമായ കടമ്പയിലൂടെ അവൻ അതിജീവിച്ചു. അവന്റെ ശരീരം തന്നെ മാറിപ്പോയിരുന്നു. വല്ലാത്തൊരു ശക്തി അവന് തന്റെ ശരീരത്ത് അനുഭവപ്പെട്ടു. അതെ, ഈ ലോകം യഥാർത്ഥ ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സിസ്റ്റത്തിന്റെ സഹായത്തോടെ തനിക്ക് ഇനിയും ശക്തനാകാമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്താണേലും ഇത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അടുത്തതായിട്ട് അവൻ ഇൻവെന്ററി തുറന്നു. അതിനുള്ളിൽ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ട്രഡീഷണൽ തുണി ഉണ്ടായിരുന്നു. അത് ധരിക്കാൻ പറഞ്ഞപ്പോൾ തുണി തന്നെ ദേഹത്ത് പ്രത്യക്ഷപ്പെട്ടു. പഴയ തുണിയാണെങ്കിൽ ഇൻവെന്ററിയിൽ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ 2-3 മെസ്സേജ് വന്നു. ഇതെല്ലാം ചെയ്തതിന് അവന് റിവാർഡ് ഉണ്ടത്രേ. ഭയങ്കര പ്രതീക്ഷയിൽ ഇൻവെന്ററി നോക്കിയപ്പോ ഒരു കുന്തം. വേറെ നല്ല സാധനമൊന്നും ഇല്ലായിരുന്നു. അതവൻ എക്യുപ്പ് ചെയ്ത് നോക്കി. പെട്ടെന്ന് അടുത്ത മെസ്സേജ് വന്നു: ട്യൂട്ടോറിയൽ 3ാം ഭാഗം ആരംഭിക്കുകയാണ്. താങ്കൾ തയ്യാറാകുവിൻ. തയ്യാറാവാനോ? എന്തിനി? പെട്ടെന്ന് കുതിരവണ്ടിക്കാരൻ അവനെ വിളിച്ചു.
ചെറിയൊരു പ്രശ്നമുണ്ടത്രേ. എന്തു പ്രശ്നം? അവൻ തല പുറത്തിട്ട് നോക്കി. ട്യൂട്ടോറിയൽ 3-ാം ഭാഗം. സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ ശക്തനാകാമെന്ന് താങ്കൾ കണ്ടുപിടിച്ചിരിക്കുന്നു. പഠിപ്പിച്ചത് പയറ്റി നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി താങ്കൾ ആക്രമിക്കാൻ വന്ന കൊള്ളക്കാരെ നേരിടണം. റാങ്ക് ട്യൂട്ടോറിയൽ. റീസ്ട്രിക്ഷൻ ബിഗിന്നേഴ്സ് ഒൺലി. ഒബ്ജക്റ്റീവ് എലിമിനേറ്റ് ദ ബാൻഡിറ്റ്സ്. ക്വസ്റ്റ് റിവാർഡ് ഫുൾ റിക്കവറി. ക്വസ്റ്റിൽ തോറ്റാൽ മരണം. ദേണ്ടേ വഴി തടഞ്ഞു കുറെ കൊള്ളക്കാർ നിൽക്കുന്നു. ഒരു കൊള്ളക്കാരനാണ് ജങ്സാം. അവൻ 5 ടെറസ് മൗണ്ടൻ എന്ന സ്ഥലത്തെ സ്വദേശിയാണ്. ആ സ്ഥലം വിട്ടവൻ പുറത്തു പോയിട്ടും ഉണ്ടായിരുന്നില്ല. 20-ാം വയസ്സ് മുതൽ അവൻ ആ വഴിയെ പോകുന്ന പാവം പിടിച്ച യാത്രക്കാരെ കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ കുപ്രസിദ്ധി ആർജിച്ച ജങ്സാം റോക്ക് ക്രഷർ എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പതിവ് പോലെ കൊള്ളയ്ക്ക് വേണ്ടി തിരഞ്ഞു പോയപ്പോഴാണ് അവരുടെ ടെറിട്ടറിയിൽ നിന്നും കുറെ മാറിയ ഒരു സ്ഥലത്ത് അവൻ ജിൻടേക്കുങ് സഞ്ചരിച്ച കുതിരവണ്ടി കാണുന്നത്. അങ്ങനെയാണ് അവൻ ഇപ്പോഴത്തെ അവസ്ഥ വരെ എത്തിയത്. അവർ 6 പേരുണ്ടെന്ന് കുതിരക്കാരൻ. ജിൻടേക്കുങ് ഒന്ന് പേടിക്കാതിരുന്നില്ല. കുതിരക്കാരൻ പറഞ്ഞു, ഇതൊക്കെ ഈ വഴി പതിവാണ്, എന്നാലും ഈ വഴിയിൽ ഇത് ഇല്ലാത്തതാണല്ലോ. അതെന്താണെന്നോ? ഇവര് വലിയ കൊള്ളസംഘമല്ലാത്ത പക്ഷം ഒരു മാർഷൽ ആർട്സ് ഫാമിലിയെ ചൊടിപ്പിക്കുന്നത് ആത്മഹത്യാ തുല്യമാണ്. അതും ജിൻ കുടുംബത്തിന്റെ ടെറിട്ടറിയിൽ കയറി കളിക്കുന്നു. കുതിരവണ്ടിക്കാരന് ഭയങ്കര കോൺഫിഡൻസ്. ഇത് കണ്ട് ജിന്നും ഇയാൾക്കെന്നെ പേടിയില്ലാത്ത എന്നാലോചിച്ചു. വല്ല തുറപ്പിച്ചിട്ടും കാണുമായിരിക്കും. ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം കൊച്ചു തമ്പ്ര. കുതിരക്കാരൻ ചാട്ട പിരിച്ചു. പിന്നല്ല, ഇങ്ങനൊരു വലിയതോ അഭ്യാസിയ. ചുമ്മാ സാധാ കുതിരക്കാരനെ ഒന്നും എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവള് വിടില്ല. ജിന്നിന് ലഡു പൊട്ടി. വിഡേ, നിന്റെ സാധനങ്ങളെല്ലാം ഇവിടത്താടാ എന്ന് ജങ്സാം അലറി. ഇത്തരം വാക്കുകൾ അദ്ദേഹത്തോട് പറയാൻ നിനക്ക് എന്ത് ധൈര്യം വന്നു? കുതിരക്കാരനും കലിപ്പ്. ഈ നഗരത്തിലെ ഏറ്റവും കുലീനനായ വ്യക്തിയുടെ വഴി തടയുന്നു. നിനക്കൊന്നും ബോധമില്ലേ? നിന്റെ കയ്യും കാലും വെട്ടിയരച്ച് ഈ നാട് മുഴുവൻ ഞാൻ വിതറും. നിന്റെ കുടുംബത്തിനും ഇത് തന്നെ സംഭവിക്കും. കുതിരക്കാരൻ വെല്ലുവിളിച്ചു. അയ്യോ, പേടിച്ചെന്റെ കയ്യും കാലും വിറയ്ക്കുന്നു. അതിനകത്ത് ഏതവനാ? രാജാവ് വല്ലോ വേണോ? ഓന്റെ മോന്തയെന്ന് കാണിച്ചേ. ആഹാ, അദ്ദേഹം ആരാണെന്നറിഞ്ഞാൽ നീ ദുഃഖിക്കും. ഓ ശരി, തമ്പ്രാൻ തല കാണിക്കുവോ? കൊള്ളക്കാരൻ പിന്നെയും കളിയാക്കി. എടോ പൊന്നോ! കുതിരവണ്ടിക്കാരന് രോഷം ഇരച്ചു കയറി. ജിൻടേക്കുങ് പുള്ളിയുടെ ഫൈറ്റ് കാണാൻ നോക്കിയിരിപ്പായിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതേണ്ട അയാൾ കുതിരവണ്ടിക്കരികിലേക്ക് വരുന്നു. ഇയാളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കൊച്ചു മുതലാളി, താങ്കൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ആരി? ഞാനോ? എന്തിനീ? ഇവന്മാർക്ക് മാർഷൽ ആർട്സുകാരോട് പുച്ഛം. അതും മാർഷൽ ആർട്സിന്റെ പരമോന്നതിയിലെത്തിയ അങ്ങയോട്. അയാൾ വന്ന് വാതില് തുറന്നു. ഹെവൻ സോറിംഗ് സ്വോർഡ് എന്ന അങ്ങയുടെ മറ്റേ പേരിനെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. വെറും 20-ാം വയസ്സിൽ സ്പോർട്സ്മാൻഷിപ്പിന്റെ പരമോന്നതിയിലെത്തിയ യുവ പ്രതിഭ. താങ്കളുടെ കഥ കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് കുളിര് കയറും. ആരാ അത്? ഇങ്ങനെ എന്തോന്നാ ഈ പറയുന്നേ? ചേട്ടൻ ഇനി തെറ്റിപ്പോയതാണോ? കുതിരവണ്ടിക്കാരൻ പിന്നെ വെല്ലുവിളിക്കാൻ തുടങ്ങി. എടോ മണ്ടന്മാരെ, നിനക്കൊന്നും ജിൻ കുടുംബത്തിലെ 2-ാം കൊച്ചമ്പ്രാനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. പോരാളികളിൽ പോരാളി. ജിൻ അങ്ങനെ നൈസായിട്ട് തടയാൻ നോക്കുന്നൊക്കെ ഉണ്ട്. പോരാളികളിൽ പോരാളി, ഹെവൻ സോറിംഗ് സ്വോർഡ് എന്നറിയപ്പെടുന്ന മുക്യോങ് ജിൻ. ഞാൻ ടേക്യുങ് ജിന്നാണ് കേട്ടോ. എന്തോന്ന്? എന്റെ പേര് മുക്യോങ് എന്നല്ല, ടേക്യുങ് എന്നാണ്. നീ ആ 3-ാം മകനല്ലേ? കാക്കാശിന് വിലയില്ലാത്തവൻ. കറക്റ്റ്. കുതിരവണ്ടിക്കാരൻ അപ്പൊ തന്നെ വായിലൂടെ പതയം നിറയൊക്കെ നിലം പതിച്ചു. കൊള്ളക്കാരൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ജിൻടേക്കുങ്ങിനെ ആക്രമിക്കാൻ തയ്യാറായി. കീഴടങ്ങിയാൽ വെറുതെ വിടാമത്രേ. പക്ഷേ ക്വസ്റ്റിൽ പറയുന്നത് തോറ്റുപോയാൽ മരണം എന്നാണ്. അപ്പോ 6 പേർക്കെതിരെ ഒരാൾ. പെട്ടെന്ന് കൊള്ളക്കാരിൽ ഒരുത്തൻ കോടാലി വാലിച്ചെറിഞ്ഞു. അപ്രതീക്ഷിതമായി അത് കണ്ട ജിൻടേക്കുങ് പേടിച്ചു പോയി. പക്ഷെ ആ കോടാലി അവന്റെ 7 അയൽവക്കത്ത് പോലും വന്നിരുന്നില്ല. അപ്പോഴാണ് അവൻ ആ കൊള്ളക്കാരെയൊക്കെ ഒന്ന് ശരിക്കും നോക്കുന്നത്. നേതാവിനെ മാറ്റി നിർത്തിയാല് കൂട്ടാളികളെല്ലാം തോൽവികളാണെന്നാ തോന്നുന്നത്. അപ്പോ എനിക്ക് അവന്മാരെ തോപ്പിക്കാനാവും. പെട്ടെന്ന് ജിൻടേക്കുങ് 2 കൈയും ഉയർത്തി. ഇവൻ കീഴടങ്ങുവാണോ? ബുദ്ധിയുണ്ടവന്. ജിൻ കുടുംബക്കാർ ഉപേക്ഷിച്ച ഒരു താന്തോന്നി ഉണ്ടെന്നാ ഞാൻ കേട്ടത്. മാർഷൽ ആർട്സിൽ പോലും കഴിവില്ലാത്ത വേശ്യാലയങ്ങൾ നിരങ്ങി നടക്കുന്ന ഒരുത്തൻ. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ അവൻ അറിയാം. കൊള്ളക്കാർ കളിയാക്കിയ ഈ സമയം ജിൻടേക്കുങ് അവരുടെ നേർക്ക് പയ്യെ നടന്നെടുത്തു. അത് കൊള്ളക്കാര് ശ്രദ്ധിച്ചില്ല. ഉദ്ദേശിച്ച ദൂരത്തെത്തിയപ്പോൾ അവന് വയറിലെന്തോ അനുഭവപ്പെട്ടു. ഇതാണോ ഇനി എനർജി? പെട്ടെന്ന് അവൻ കാല് നിലത്താഞ്ഞു ചവിട്ടി അവർക്ക് നേരെ ചാടി. ഓപ്പൺ ഇൻവെന്ററി, എക്വിപ്പ്, ഷാർപ്പ് സ്പിയർ. ഞെട്ടിപ്പോയ കൊള്ളക്കാരൻ തന്റെ മഴ ഉയർത്തി. എന്നാൽ കുന്തവുമായി കുതിച്ചു വന്ന അവന്റെ ചങ്കിൽ തന്നെ കുത്തിയിറക്കി. താങ്കൾ ലെവൽ 10 ജിങ്സാമിനെ തോൽപ്പിച്ചിരിക്കുന്നു. താങ്കൾ ലെവലപ്പ് ചെയ്തിരിക്കുന്നു. 10 സ്റ്റാറ്റ് പോയിന്റും 10 സ്കിൽ പോയിന്റും ലഭിച്ചിരിക്കുന്നു. ജിൻ കുടുംബത്തിന്റെ അടയാളമായ കൾട്ടിവേഷൻ രീതി അൺലോക്ക് ചെയ്തിരിക്കുന്നു. കൊള്ളക്കാരെല്ലാം ഭയന്നുപോയി. അപ്പോ
അടുത്തതിനി ആരാ? അയ്യോ, ഞങ്ങളോട് മാപ്പാക്കണമേ. അവന്മാരെല്ലാം അതോടെ അടിയറവ് പറഞ്ഞു. നേതാവ് നഷ്ടമായ ശത്രുക്കൾ താങ്കൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. എല്ലാ മുറിവുകളിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും താങ്കൾ റിക്കവർ ആയിരിക്കുന്നു. താങ്കളുടെ വിജയത്തിൽ നിന്നും 10 റെപ്യൂട്ടേഷൻ പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ട്യൂട്ടോറിയൽ 3-ാം ഭാഗം താങ്കൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സമ്മാനങ്ങൾ ഇൻവെന്ററിയിലേക്ക് അയക്കുന്നു. ട്യൂട്ടോറിയൽ ക്വസ്റ്റ് 4-ാം ഭാഗം ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നു. കുതിരവണ്ടിക്കാരന് കണ്ടത് വിശ്വസിക്കാനായില്ല. നിങ്ങളാണോ ഇതൊക്കെ ചെയ്ത്? ഇതിപ്പോ 99-ാമത്തെ തവണ ഞാൻ പറയുന്നേ. ജിൻഡേക്കൊന്ന് ബാക്കി കൊള്ളക്കാരെ എല്ലാം അവിടെ ബന്ധനസ്ഥരാക്കി ഇരുത്തിയിരുന്നു. ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്. നിങ്ങൾ ശരിക്കും മുഖ്യമന്ത്രിയല്ലേ? എടോ, തന്നോട് എത്ര തവണ പറയണം ഞാൻ ജിൻഡേക്കൊന്നാണെന്ന്. വാ പോകാൻ നോക്കാം. സോറി കൊച്ചമ്പ്ര. അവർ യാത്ര തുടർന്നു. ടൈം റേഷ്യോയോ? VR ഗെയിമുകളിൽ യഥാർത്ഥ ലോകത്തേക്കാൾ സ്ലോ ആയിട്ടാണ് സമയം പോകുന്നതെന്നാണ് ഞാൻ കേട്ടത്. ശരിയാണോ? പിന്നെ ഇത്തരം ടെക്നോളജിയൊക്കെ മറ്റു നല്ല കാര്യങ്ങൾക്കല്ലേ ഉപയോഗിക്കണ്ടേ? ചുമ്മാ VR ഗെയിമിലൊക്കെ കളയുന്നു. അതായത് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ വേറെ 100 വഴികളില്ലേ? ജിൻഡേക്കൊന്ന് അവന്റെ കൂട്ടുകാരനായിരുന്ന സങ് ജിൻഹോയോട് നേരത്തെ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, എടാ അളിയാ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ലടേ. VR ഗെയിമിനകത്തിരുന്ന് പഠിച്ചാൽ കുറേ സമയം കിട്ടുമല്ലോ, അതുകൊണ്ട് നല്ല കോളേജിലൊക്കെ കയറാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുണ്ട്. പക്ഷേ ഞാനിത് വ്യക്തമായി പറഞ്ഞേക്കാം, പ്രധാനമായിട്ടും VR ഗെയിമിന്റെ അകത്തിരുന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം സമയം പയ്യാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമാണ്. ഇനി നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാല്, ഈ VR ഗെയിമിൽ നിന്ന് വരുന്ന ടൺ കണക്കിന് ഇൻഫർമേഷൻ കാരണം നിങ്ങളുടെ ബ്രെയിൻ അങ്ങ് നിറയും. അപ്പോൾ നമുക്ക് തോന്നും ഒത്തിരി സമയം അതിനകത്ത് കടന്നുപോയെന്ന്. അതുകൊണ്ട് VR ഗെയിമിന്റെ അകത്ത് എന്തൊക്കെ കണ്ടാലും ചെയ്താലും തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതിലും അധികം ഇൻഫർമേഷൻ വന്നാൽ അധികമായി വരുന്നതെല്ലാം മാഞ്ഞു പോകും. അതുകൊണ്ട് സാധാരണ പോലെ പഠിച്ചാലും VR ഗെയിമിനകത്തിരുന്ന് പഠിച്ചാലും എല്ലാം ഒരുപോലെയാണ്. പിന്നെ നമ്മളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് ടൈം സ്കെയിൽ വെച്ചിരിക്കുന്നത്. സാധാരണ 1:3 എന്ന റേഷ്യോയിലാണ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ലിമിറ്റിന് മുകളിലുള്ള സാധനങ്ങളും ഉണ്ടോ? അതൊക്കെ ക്യാപ്സ്യൂളിന്റെ സ്പെക്ക് പോലെ ഇരിക്കും. പക്ഷേ വലിയ ഗുണമുള്ള സാധനമൊന്നും ഇല്ല. കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ജിൻഡേക്കൊങ്ങ് ഇതെല്ലാം ഓർത്തു. ഈ ലോകത്തോട്ട് കയറിയിട്ട് ഇപ്പൊ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ജിൻഹോ പറഞ്ഞതനുസരിച്ച് നോക്കുവാണെങ്കിൽ അവന്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റിട്ട് എന്നെ എണീപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ആ തെണ്ടി ഇതെന്നാ കാണിക്കുക? ഉറക്കത്തിൽ ചത്തുപോയോ? അയ്യോ, ചിലപ്പോ ടൈം സ്കെയിൽ 1:3 കൂടുതലാണെങ്കിലോ? പക്ഷെ ഈ ക്യാപ്സൂൾ കണ്ട ആക്രയാണെന്നേ പറയത്തുള്ളൂ. പക്ഷെ ഗ്രാഫിക്സ് ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയതുകൊണ്ട് നല്ല സ്പെക്ക് കാണുമായിരിക്കും. ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. എന്താണേലും ഞാൻ വൈകാതെ എണീക്കും. അവൻ സ്കിൽ വിൻഡോ തുറന്നു. പിന്നെ പോയിന്റ്സ് കൊടുക്കുന്നതിന് പകരം അവൻ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ല് വല്ലതും ഉണ്ടോ എന്ന് നോക്കി. അവന് 3 സ്കില്ലുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ജിൻ കുടുംബത്തിന്റെ മുദ്രയായ സ്പിയർ ടെക്നിക്ക്. ക്ലാസ് ഫസ്റ്റ് ക്ലാസ്. ആ ടെക്നിക്ക് പഠിച്ചവർക്കേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഡീറ്റെയിൽസിൽ പറയുന്നത് ജിൻ കുടുംബത്തിൽ നിന്നും പരമ്പരകളായി കൈമാറി വരുന്നതാണിതെന്നാണ്. ആർക്കെയിൻ മാനുവൽ വഴി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം താങ്കൾ മറന്നുപോയിരിക്കുന്നു. രണ്ടാമത്തേത് ജിൻ കുടുംബത്തിന്റെ ഫുഡ് വർക്ക് ടെക്നിക്ക്. ക്ലാസ് ഫസ്റ്റ് ക്ലാസ്. ഇതിനും മുകൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു ബാധകം. മൂന്നാമത്തേതായിരുന്നു ജിൻ കുടുംബത്തിന്റെ കൾട്ടിവേഷൻ ടെക്നിക്ക്. ക്ലാസ് ടോപ്പ് ക്ലാസ്. അതിലവന് 2 ലെവൽ മാസ്റ്ററി ഉണ്ടായിരുന്നു. ഇത് ജിൻ കുടുംബത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനാവും. ചീ സർക്കുലേഷൻ വഴി എനർജി കൂട്ടാനാണ് സഹായിക്കുന്നത്. ഡീറ്റെയിൽസ് സ്ഥിരതയുള്ളൊരു ടെക്നിക്കാണിത്, പക്ഷേ ബലപ്പെടുത്താൻ സമയമെടുക്കും. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ് വന്നു. ട്യൂട്ടോറിയലിന്റെ 4-ാം ഭാഗം. ചീ സർക്കുലേഷൻ വഴി താങ്കൾക്കിനി ശക്തി കൂട്ടാനാവും. പക്ഷേ അനിയന്ത്രിതമായ എനർജി ഇരുതല വാൾ പോലെയാണ്. അവസാനം വരെയും ശ്രദ്ധ കുറയ്ക്കരുത്. ട്യൂട്ടോറിയലിന്റെ ഫൈനൽ സ്റ്റേജ് ആയിരുന്നു ഇത്. ദൗത്യം ചീ സർക്കുലേഷൻ ചെയ്യുക. റിവാർഡായിട്ട് ഒരു ഐറ്റം ബോക്സ് ലഭിക്കും. ചീ സെൻസ് എന്ന സ്കില്ല് ലഭിക്കും. പിന്നെ മെയിൻ ക്വസ്റ്റിലേക്കും കടക്കാം. തോറ്റുപോയാൽ മരണം വരെയും സംഭവിക്കാം. അടുത്ത ക്വസ്റ്റ് മതിയായി എനിക്ക്. ജിൻഹോ വൈകാതെ എന്നെ ഇതിന്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തും. പിന്നെ എന്തിനാ ഈ ജീവൻ പണയപ്പെടുത്തുന്ന പരിപാടിക്കൊക്കെ പോകുന്നത്? പ്രതികരിക്കുന്നതിനുള്ള സമയം തീരാറായെന്ന് മെസ്സേജ്. ക്വസ്റ്റ് ഞാൻ ഡിക്ലൈൻ ചെയ്യുന്നു. ട്യൂട്ടോറിയൽ ക്വസ്റ്റ് ഡിക്ലൈൻ ചെയ്യാനാവില്ല. ക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യൂ. എനിക്ക് സൗകര്യമില്ല. ഡിക്ലൈൻ. ഇതിനകത്ത് തന്നെ ആക്സെപ്റ്റ് മാത്രമേ ഉള്ളൂ. സിസ്റ്റം സ്വയം ക്വസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നു. പട്ടിപ്പണ. അവൻ സിസ്റ്റത്തിന്റെ മുന്നിൽ തോറ്റിരുന്നു പോയി. പിന്നെ ചറവറ കുറെ മെസ്സേജ് വന്നു. ചീ സർക്കുലേഷൻ ആരംഭിക്കുന്നു. സ്കിൽ സ്റ്റെബിലിറ്റി കൂടിയിരിക്കുന്നു. ആദ്യത്തെ ചീ സർക്കുലേഷന് താങ്കളെ ഒരു NPC സഹായിക്കും. ഈ ട്യൂട്ടോറിയൽ സ്കിപ്പ് ചെയ്യണോ? യെസ് ഓർ നോ? സ്കിപ്പ് ചെയ്യുന്ന ജിന്ന്. ഈ ഇവന്റ് സ്കിപ്പ് ചെയ്യാനാവില്ല. എനിക്കിവിടെ ചോയ്സ് ഒന്നുമില്ലേ? അവന് ആകപ്പാടെ അരിശം കയറി. പെട്ടെന്ന് അവിടെ നിന്ന് സംഭവിക്കാൻ തുടങ്ങി.
അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ എങ്ങും വെള്ള നിറത്തിലുള്ള ഒരു സ്ഥലം. അവൻ ഇതെവിടാ എന്നവൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ വരൂ എന്നൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പോൾ നീട്ടി വളർത്തിയ നരച്ച താടിയും മുടിയുമുള്ള വെളുത്ത വസ്ത്രമണിഞ്ഞൊരു വൃദ്ധൻ അവിടെ ഇരിക്കുന്നു. നിനക്കേറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരുന്നു കൊള്ളു, ആ വൃദ്ധൻ പറഞ്ഞു. ജിൻഡേക്കും ഒന്ന് മടിച്ചു. ചമ്രം മടഞ്ഞിരിക്കുന്നതല്ലേ ചീസ് സർക്കുലേഷന് നല്ലതെന്ന് അവൻ ചിന്തിച്ചു. നിന്റെ സന്ദേഹങ്ങളെല്ലാം മാറ്റിവെയ്. ആയോധന കലകളിൽ സാമർഥ്യം കൈവരിച്ച എന്നെ പോലെയുള്ള ആൾക്കാർക്ക് അതിൽ കാര്യമില്ല, അയാൾ പറഞ്ഞു. ഇയാൾക്കെന്റെ മനസ്സ് വായിക്കാൻ പറ്റൂ, വലിയ ഏതോ ആളാണ്. സന്ദേഹങ്ങൾ മാറ്റിവെക്കാനല്ലേ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് അയാൾ എണീറ്റ് ജിൻഡേക്കുങ്ങിന് പ്രതികരിക്കാൻ പറ്റുന്നതിലും വേഗത്തിൽ അവനെ കടന്നുപോയി. ആ നിമിഷം തന്നെ അയാൾ അവന്റെ ശരീരത്തിലെ 3 പോയിന്റുകളിൽ തൊട്ടിരുന്നു. ഇത് സാധാരണ അക്യൂ പോയിന്റ് മാനിപ്പുലേഷൻ ആണ്. ഇനി മുതൽ ശ്രദ്ധാലുവായിരിക്കണം. അയാൾ അങ്ങനെ ചെയ്തത് കാരണം അവന് തെല്ലു അനങ്ങാൻ പോലും പറ്റിയിരുന്നില്ല. എല്ലാ മാർഷൽ ആർട്സുകളെയും സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു ഘട്ടമാണ് ചീസ് സർക്കുലേഷൻ. നിന്റെ മാർഷൽ പ്രവേഴ്സ് കൂട്ടുന്നത് മാത്രമല്ലാതെ ജീവന്റെ സത്തയും ചീയും സ്പിരിറ്റും കൂട്ടാൻ നിന്നെ ഇത് സഹായിക്കും. ഒഴുകുന്ന നദിയെ പോലെ നിന്റെ മനസ്സ് ശുദ്ധമാക്കുക. വളരെ ശ്രദ്ധയോടെ നിന്റെ ശരീരത്ത് കൂടി ഒഴുകുന്ന എനർജി പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ജിൻഡേക്കുങ്ങ് അങ്ങനെ ചെയ്യാൻ നോക്കി. ജിൻ കുടുംബത്തിന്റെ മുദ്രയായ കൾട്ടിവേഷൻ ടെക്നിക്കിന്റെ മന്ത്രം ഞാനിനി ചൊല്ലാം. വൃദ്ധൻ എന്തൊക്കെയോ മന്ത്രം ഉരുവിടാൻ തുടങ്ങി. ജിന്നിന്റെ നെറ്റിയിൽ എന്തോ ഒന്ന് പ്രകാശിക്കാനും ആരംഭിച്ചു. ഇനി താഴേക്കൊഴുകൂ. താഴേക്ക് എങ്ങോട്ടൊഴുകാൻ? ചീ കൾട്ടിവേഷൻ ആരംഭിക്കുന്നു. അവന്റെ ശരീരമാകെ എന്തൊക്കെയോ സംഭവിച്ചു. പ്രകാശിതമായ അക്യൂ പോയിന്റ് വഴി താഴേക്കൊഴുകൂ. ചീ സർക്കുലേഷൻ കംപ്ലീറ്റ്. ട്യൂട്ടോറിയൽ 4ാം ഘട്ടം പൂർത്തിയായിരിക്കുന്നു. റിവാർഡ് ഇൻവെന്ററിയിലേക്ക് മാറ്റുന്നു. ചീ സെൻസ് എന്ന കഴിവ് സിദ്ധിച്ചിരിക്കുന്നു. താങ്കൾക്കിനി മറ്റ് കഥാപാത്രങ്ങളുടെ ചീ തിരിച്ചറിയാൻ സാധിക്കും. ചെറിയൊരളവ് അശുദ്ധമായ ചീ പുറത്തു തള്ളിയിരിക്കുന്നു. മെയിൻ ക്വസ്റ്റ് ലിസ്റ്റിലേക്ക് ചേർത്തിരിക്കുന്നു. ഈ സമയം കുതിരവണ്ടിക്കകത്ത് വായുവിൽ ഉയർന്നു നിന്നിരുന്ന ജിൻ സാധാരണ നിരയിലായി. ഓ, ഇത് അടിപൊളിയാണല്ലോ, നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ പോലെ. ഈ ചീസ് സാധനം കൊള്ളാം. പക്ഷേ അതപ്പോൾ എന്തായിരുന്നു? അപ്പോൾ കുതിരവണ്ടിക്കാരൻ പറഞ്ഞു, കൊച്ചമ്പ്ര, നമ്മൾ തേവൂണിലുള്ള ജിൻ കുടുംബത്തിൽ എത്തിയിരിക്കുന്നു. ഒരു ചെറിയ എനർജിയുടെ അംശം ഒരു വലിയ എനർജി ഗോളത്തിലേക്ക് വന്നു ചേരുന്നത് അവൻ അറിഞ്ഞു. അതവൻ 10 വർഷമായി ശേഖരിച്ച ചീ ആയിരുന്നു. ചെറുതാണ്, പക്ഷേ ശുദ്ധമായ സത്ത്. പക്ഷേ അതിനരികിൽ അവൻ മറ്റൊരു ചീയുടെ ഉറവിടം കൂടി തിരിച്ചറിഞ്ഞു. അത് അബ്സോർബ് ചെയ്താൽ അവൻ ഇനിയും ശക്തനാകാമെന്ന് തോന്നി. എന്നാൽ ക്വസ്റ്റ് പരാജയിച്ചാൽ മരണമോ ചീ വ്യതിചലനമോ സംഭവിക്കാം. അതുകൊണ്ട് അവൻ തൽക്കാലം ആ സാഹസത്തിന് മുതിർന്നില്ല. അതുകൊണ്ട് അവൻ ആദ്യത്തെ പ്യുവർ സോഴ്സിൽ നിന്നും ചീ അബ്സോർബ് ചെയ്തു. അതിനുശേഷമാണ് കുതിരവണ്ടിക്കാരൻ സ്ഥലം എത്തിയെന്ന് പറയുന്നത്. പുറത്തേക്ക് നോക്കിയ അവന്റെ കണ്ണുകൾ വിടർന്നു. ഉയ്യോ! കെട്ടിടങ്ങളുടെ ഒരു വലിയ സമുച്ചയം. അതായിരുന്നു ജിൻ കുടുംബത്തിന്റെ ആസ്ഥാനം. അവർ ദൂരെ നിന്നും ആ ദൃശ്യം കണ്ടു. യാത്ര തുടരുമ്പോൾ ലേശം പയ്യെ പോകാമോ എന്ന് ജിൻ അപേക്ഷിച്ചു. ശേഷം അവൻ സ്കിൽ മെനു തുറന്നു. ചീ സെൻസ് ആക്ടിവേറ്റ് ചെയ്തു. സ്കിൽ ചീ സെൻസ്. റാങ്ക് ഇല്ല. സ്റ്റേജ് ഫസ്റ്റ് ലെവൽ മാസ്റ്ററി. എഫക്റ്റ് തന്റെ ലെവലിൽ നിന്നും 30ഓ അതിൽ താഴെയോ ഉള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കും. ഡീറ്റെയിൽസ് താങ്കളുടെ പരിധിയിലുള്ളതിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കാം. സ്കില്ലിന്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് റേഞ്ചിന്റെ സാധ്യതയും കൂടും. ഉദ്ദേശിച്ച പോലെ തന്നെ പവർ ലെവൽ സ്കാനർ. എന്നാ ഒന്ന് പരീക്ഷിച്ചേക്കാം. അവൻ സ്കിൽ ആക്ടിവേറ്റ് ചെയ്തു. സ്കിൽ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ലെവൽ മാസ്റ്ററി മാത്രമായതിനാൽ ലെവൽ 30ഓ അതിൽ താഴെയുള്ള വസ്തുവിനെ 30 മീറ്റർ ചുറ്റളവിൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന മെസ്സേജ് വന്നു. അവൻ അത് പരീക്ഷിച്ച് ചുറ്റുമുള്ളതിനെയെല്ലാം സ്കാൻ ചെയ്തു. കുതിരവണ്ടിക്കാരന്റെ പേരും ലെവലും അവന് കാണാം. ഓഹ്, ഇത് അടിപൊളിയാണല്ലോ, എന്നെ പോലെ ഒരുത്തൻ ഇത് അത്യാവശ്യമാണ്. അവസാനം നല്ലൊരു സാധനം കിട്ടി. പിന്നെ അവൻ ക്വസ്റ്റ് മെനു തുറന്നു. ക്വസ്റ്റ് ലോഗ് ഔട്ട്. ഇനി താങ്കൾ മുരീമിന്റെ അപകടകരമായ ലോകത്തിൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാവണം. അതിനുവേണ്ടി താങ്കൾ ഇനിയും ശക്തിയും ഖ്യാതിയും നേടിയെടുക്കണം. ഇത് ആ ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പാണ്. ക്വസ്റ്റിന്റെ ഒബ്ജക്റ്റീവുകൾ: ഫസ്റ്റ് റേറ്റ് എന്ന നിലയിലെത്തുക, ലെവൽ 30 കരസ്ഥമാക്കുക, പ്രശസ്തി 500-ലെത്തുക, റിവാർഡ് ലോഗ് ഔട്ട്. അവന്റെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെ അവസാനം എനിക്ക് ഇതിന്റെ അകത്തൊന്ന് പുറത്തു കിടക്കാൻ പറ്റും, അവൻ ആഘോഷിച്ചു. പിന്നല്ല, ഈ കോപ്പ് വെറും ഒരു ഗെയിമാണ്, ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ എന്റെ പഴയ കോമ്പാറ്റ് എക്സ്പീരിയൻസും ഈ ഗെയിമിന്റെ സിസ്റ്റവും മര്യാദക്ക് ഉപയോഗിച്ചാല് ലോഗ് ഔട്ടൊക്കെ പുഷ്പം പോലെ നടക്കും. ഇനി വേറെ ആരുടെ സഹായം എനിക്ക് വേണ്ട. പുറത്ത് കടന്ന ഈ ഗെയിം ഉണ്ടാക്കിയ കണാപ്പന്റെ തലമുണ്ട ഞാൻ അടിച്ചു പൊളിക്കും. അപ്പോൾ കുതിരവണ്ടി ഒരു കവാടത്തിന് മുന്നിൽ വന്നു നിന്നു. ഞാൻ ഹ്യുക് മു ജിൻ, മഹത്തായ ജിൻ ഫാമിലി എസ്റ്റേറ്റിന്റെ കവാടം കാവൽക്കാരുടെ ക്യാപ്റ്റൻ. നിങ്ങൾ ആരാണെന്നും സന്ദർശനത്തിന്റെ ഉദ്ദേശവും പറയൂ. അയാൾ വിനീതനായി ആരാഞ്ഞു.
ഹലോ, ഞങ്ങൾ ക്രിംസൺ ഫ്ലവറിൽ നിന്നും വരുന്നതാണെന്ന് കുതിരവണ്ടിക്കാരൻ. ക്രിംസൺ ഫ്ലവർ അതെന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. അവിടുത്തെ ആൾക്കാർക്ക് ഈ സ്ഥലവുമായിട്ട് എന്താ കാര്യം? അയാൾ ഇച്ചിരി കടുപ്പിച്ച് ചോദിച്ചു. അപ്പോൾ ജിൻഡേക്കൊന്ന് പിറകിലിരുന്നൊന്ന് ചുമച്ചു. തന്നെ കണ്ടാല് കാവൽക്കാരന് മനസ്സിലാകണമല്ലോ. കാവൽക്കാരൻ അവനെ കണ്ടു. ജിൻഡേക്കൊന്ന് ജാടയിൽ തന്നെ ഇരുന്നു. എന്നാൽ പുറത്തിറങ്ങടാ എന്ന് ഹ്യുക്മ്യൂജിൻ. എന്നോടാണോ? ആ അതെ, ഞാൻ വേറെ വല്ലവരോടുമാണോ പറഞ്ഞേ? ജിന്നിന് ആകെ കൺഫ്യൂഷൻ. ഇതെന്നാ, ഞാൻ ആരാണെന്ന് ഇവൻ അറിയില്ലേ? ആഹാ, നിനക്ക് തെറ്റിപ്പോയതായിരിക്കും. ഞാനിവിടെ താമസിക്കുന്നേ. ഞാനിവിടെ തന്നെ താമസിക്കുന്നേ എന്ന് അയാൾ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്, നീ ഇവിടുത്തെ മൂന്നാമത്തെ സന്തതിയാണ്. അതല്ലേ നീ പറഞ്ഞു വന്നത്? നീ ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പുറത്തു വാ. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഞങ്ങൾക്ക് പാലിക്കണം. ജിന്ന് ബാക്കി കാവൽക്കാരെ നോക്കിയപ്പോഴും അവർക്കും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. എന്തോ പന്തികേടുണ്ട്. അവൻ പുറത്തു വന്നു. പേര് ഹ്യുക്മ്യൂജിൻ ചോദിച്ചു. ഇതെന്ത് കോപ്പാ? ഞാൻ ക്രിമിനൽ വല്ലോ ആണോ? ജിൻഡേക്കും അഫിലിയേഷൻ, തൈവാനിലെ ജിൻ ഫാമിലി, വയസ്സും മാർഷൽ ആർട്സിന്റെ സ്റ്റേജും, 20 സെക്കൻഡ് റേറ്റ് വാറിയർ. ഹ്യുക്മ്യൂജിൻ ഒന്ന് നിന്നു. കള്ളം പറയാതെ സത്യം പറയേ. സത്യം പറയാനോ? ഒന്ന് പടാവേ, സ്കിൽ പോയിന്റ് ഒക്കെ അറിയണമായിരിക്കും അവന് എന്ന് ജിൻ മനസ്സിൽ വിചാരിച്ചു. ആ ശരി, അത് ഞാൻ കണ്ടില്ലെന്ന് വെക്കാം. നോക്കട്ടെ, താങ്കൾ പോയിട്ട് കുറച്ചു നാളായി. എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? ക്രിംസൺ ഫ്ലവർ. ഇതാരാ? പോഷ് വേശ്യാലയത്തിൽ പോയിട്ട് വന്നേക്കുന്നു. കൊള്ളാം, അവിടെ കുറെ പൈസ കൊടുത്ത് കാണുമല്ലോ. അതോ കുടുംബത്തിന്റെ സ്വത്തിൽ നിന്നും പിന്നെ മോഷ്ടിച്ചു? പിന്നെ നീ എന്തിനാ അപ്സെറ്റ് ആവുന്നേ? കൊച്ചു തമ്പ്രാൻ എപ്പോഴും ഈ പരിപാടി തന്നെയല്ലേ കാണിക്കുന്നത് അല്ലേ? അയാൾ പിന്നെയും ചൊടിപ്പിച്ചു. മൂന്നാം കൊച്ചു തമ്പ്രാൻ, ഞാനൊരു കാവൽക്കാരനാണെങ്കിലും ഒരു ഉപദേശം തരാം. കുടുംബത്തിന്റെ അഭിമാനം കളങ്കപ്പെടുത്താതെ ഒരു നല്ല മനുഷ്യനായിട്ടെങ്കിലും ജീവിക്കാൻ നോക്ക് നീ. അത് പറഞ്ഞിട്ട് അവരെ കടത്തിവിടാൻ പറഞ്ഞ് ഹ്യുക്മ്യൂജിൻ പോയി. ആ പറഞ്ഞത് ജിന്നിനെ നല്ല പോലെ കൊണ്ടിരുന്നു. ഇതൊരു ഗെയിമാണെന്നറിയാം, പക്ഷെ എന്നാലും ഇതൊരുമാതിരി. എടാ, നീ അവിടെ ഒന്ന് നിന്നേ. ഹ്യുക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ നീ ചത്തട എന്ന് പറഞ്ഞ് ഇടിക്കാൻ കുതിച്ചു വന്ന ജിന്നിനെയാണ് കാണുന്നത്. ബംഗ്ലാവിനകത്ത്. പറയൂ. ഇവിടെ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുണ്ട്. മെയിൻ ഫാമിലിയോട് അവന് അളവിൽ കവിഞ്ഞ ബഹുമാനവുമുണ്ട്. മാത്രമല്ല അവനൊരു സാമർഥ്യക്കാരനുമാണ്. പക്ഷേ അവൻ ലേശം അഹങ്കാരിയാണ്. അതുകൊണ്ട് സ്വന്തം ചെയ്തികളുടെ വിപത്തുകളെ കുറിച്ച് നീ കാര്യം പറയൂ. അയാൾ ഭൃത്തന്റെ വാക്കുകൾ മുഴുവയ്ക്കും മുമ്പ് പറഞ്ഞു. അവനും മൂന്നാമത്തെ യങ് മാസ്റ്ററും തമ്മിൽ വഴക്കുണ്ടായി. ഓഹോ, പിന്നീട് എന്താണ് ഉണ്ടായത്? യങ് മാസ്റ്ററിനെ ഉടനെ തന്നെ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ബോധമില്ല, പക്ഷേ ചെറിയ ചതവുകളുണ്ട്, ഭൃത്തൻ പറഞ്ഞു. ഒരു നിമിഷം ആ മനുഷ്യൻ എഴുത്തു നിർത്തി. ഞാൻ പൂർണ്ണ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു കൊള്ളാം. ഞാൻ ക്ഷമയാചിക്കുകയാണ് പ്രഭു, ഭൃത്തൻ കുമ്പിട്ടു. അപ്പോൾ ഹ്യുക്മ്യൂജിനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഭൃത്തൻ പറഞ്ഞു, ക്ഷമിക്കണം പ്രഭു, പക്ഷേ അവന്റെയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അവനും ട്രീറ്റ്മെന്റും? അതേ പ്രഭു, അവനും മെഡിക്കൽ സെന്ററിലാണ്. എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ശരിക്കും? എന്നാൽ കുഴപ്പമില്ല, താങ്കൾക്ക് പോകാം. ഭൃത്തൻ പോയ ശേഷം വീപെങ്. എന്താണ് പ്രഭു? അടുത്ത് നിന്നയാൾ വിളി കേട്ടു. ഞാൻ ഇതൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഹ്യുക്മ്യൂജിനുമായുള്ള പോരാട്ടം ജിൻഡേക്കും ഒന്ന് ആലോചിച്ചു നോക്കി. ജിന്നിന് നല്ലപോലെ പരിക്ക് പറ്റിയിരുന്നു. എന്നാൽ ഹ്യുക്മ്യൂജിൻ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുന്നു. ജിന്നെ പിന്നെ ഇടിച്ചെങ്കിലും ഹ്യുക്മ്യൂജിൻ അനായാസം അത് ഒഴിഞ്ഞു മാറിയിട്ട് ജിന്നിന്റെ കാലിൽ ചവിട്ടി താഴെയിട്ടു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നീ കൊള്ളാം. പക്ഷേ നീ ഒരു മാർഷൽ ആർട്ടിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് മാർഷൽ ആർട്സ് ഉപയോഗിച്ച് പോരാടാൻ പഠിക്കണം. ചുമ്മാ കൈവീശിയിട്ട് കാര്യമില്ല. ഹ്യുക്മ്യൂജിൻ കളിയാക്കി. മിണ്ടാതിരിടാ നാറിയെന്ന് അലറിക്കൊണ്ട് ജിന്ന് പിന്നെയും ഇടിച്ചു. എന്നാൽ ഒഴിഞ്ഞു മാറിയ ഹ്യുക്മ്യൂജിൻ അവന്റെ വാരിയിൽ നോക്കി ആദ്യം ഇടിച്ചു. എന്നിട്ട് 2 അടി മുഖത്തും കൂടി കൊടുത്തു. എനിക്ക് നല്ല ശക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇങ്ങനെ പോയാൽ ലോകൗട്ടൊന്നും നടക്കില്ല. അതിനു മുന്നേ ഞാൻ ചാവും. ജിൻ ഈ കാര്യമെല്ലാം ഓർത്തു. ഈ സമയം ഓർമ്മയിലെ ഹ്യുക്മ്യൂജിൻ ജിന്നിനെ ഇടിച്ച് കൂട്ടുമായിരുന്നു. എന്നായാലും എനിക്ക് അവനോട്ട് നല്ലൊരെണ്ണം കൊടുക്കാൻ പറ്റും. കുനിഞ്ഞിരുന്ന ജിൻ ശക്തമായി തന്റെ തല കൊണ്ട് ഹ്യുക്കിനെ താടിക്കിടിച്ചു. അത് അവൻ ഏറ്റു. എന്നാലും ഈ തെണ്ടിയുടെ ലെവൽ എന്താണോ? ഹ്യുക്മ്യൂജിൻ ലെവൽ 20. ഹ്യുക്കിന് അത് കാരണം നല്ല അരിശം കയറി. എന്നാ ഇനി മിണ്ടാതെ ലെവലപ്പ് ചെയ്യാൻ നോക്കാം. സ്ലീപ്പ് മോഡിൽ നിന്നും താങ്കൾ ഉണർന്നിരിക്കുന്നു. ജിൻഡേക്കുങ്ങ് കണ്ണു തുറന്ന് ചാടി എണീറ്റു. ചുറ്റും നോക്കി. ഓ, താങ്കൾ എണീറ്റു? അവിടെ ഉണ്ടായിരുന്ന പരിചാരകൻ ചോദിച്ചു. ഞാനിതെവിടാ? ഇതാണ് മെഡിസിൻ ഹാൾ. താങ്കൾ ബോധരഹിതനായിട്ടിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു യങ് മാസ്റ്റർ. 1 മണിക്കൂറോ? അപ്പോൾ അവന്റെ ശരീരമെല്ലാം വേദനിച്ചു. താങ്കളുടെ ശരീരം മുഴുവൻ ചതവുണ്ട്, അതുകൊണ്ട് വേദന ഉണ്ടാവും. ആവശ്യമില്ലാത്തത് ചെയ്യാതെ നന്നായി വിശ്രമിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് പരിചാരകൻ മുറിയിൽ നിന്നും പോയി. ജിൻഡേക്കും എന്നിട്ട് ക്യാരക്ടർ പ്രൊഫൈൽ തുറന്നു. അവന് 10 പോയിന്റ് കൂടി അവൈലബിൾ ആയിരുന്നു. ആ പോയിന്റ് എല്ലാം അവൻ സ്റ്റാമിനയിലേക്ക് കൊടുത്തു. പോരാട്ടത്തിന് മുന്നേ ഈ പോയിന്റ് കൊടുക്കുമായിരുന്നതിൽ ചിലപ്പോൾ ജയിച്ചേനെ എന്ന് അവന് തോന്നി.
ഇല്ല, ഞാൻ ചലിച്ച രീതി വെച്ച് നോക്കുമ്പോ ലെവലും സ്റ്റാർട്ട് പോയിന്റും കൊണ്ടൊന്നും വലിയ കാര്യമൊന്നും നടക്കില്ലായിരുന്നു. അവനെ പോലെ ഒരുത്തനെ തോപ്പിക്കണമെങ്കിൽ ആദ്യം മാർഷൽ ആർട്സ് പഠിക്കണം. അപ്പോൾ വാതിൽ തുറന്ന് ആ പ്രഭു മുറിയിലേക്ക് പ്രവേശിച്ചു. ഇതെന്ത് അവസ്ഥയാണ് നിന്റെ? ഇവനിപ്പോൾ എങ്ങനെയുണ്ട്? ഈ ചെകുത്താൻ ഇതേതാ? ചതവുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ പേടിക്കാനൊന്നുമില്ല. അപ്പോ ജിന്ന് ചീസൺസ് ആക്ടിവേറ്റ് ആക്കിയൊന്ന് നോക്കി. ലെവലും കാണത്തില്ല, പേരും കാണത്തില്ല. വലിയ പുള്ളി തന്നെ. ദുർഭാഗ്യം തന്നെ. കുറഞ്ഞത് ഇവന്റെ ഒരു കാലെങ്കിലും തല്ലി ഓടിക്കണമായിരുന്നു. അയാളുടെ ക്രോധത്തിൽ നിന്നും ജിന്ന് പേടിച്ച് തല മാറ്റിക്കളഞ്ഞു. ഇയാള് ലെവൽ 30യേക്കാളും വലുതാ, വലിയതോ പുള്ളിയാ. അപ്പോഴാണ് ജിന്ന് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തത്. ഡോക്ടർ ഇയാളോട് പെരുമാറുന്ന രീതിയും ഇയാൾ എന്നോട് പെരുമാറുന്ന രീതിയും പിന്നെ ഇയാളുടെ മോന്തയൊക്കെ വെച്ച് നോക്കുമ്പോ അവൻ ഫുൾ ബ്രെയിൻ ഫോഴ്സും ആക്ടിവേറ്റ് ആക്കി. അപ്പോ ഉത്തരം ഇത് തന്നെ. അച്ഛാ, പുള്ളി ആരിശത്തിൽ കൈമടക്കി ഡോക്ടറിനോട് പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടർ അത് കേൾക്കേണ്ട താമസം സ്ഥലം വിട്ടു. ഇല്ല, നിക്ക് ഒന്ന് സമാധാനിക്ക്. നിങ്ങൾ എന്റെ അച്ഛനല്ലേ, ക്ഷമിക്ക്. എന്നായാലും അമ്മയല്ല. ഡോക്ടർ സാറേ, ഈ മനുഷ്യന്റെ കൂടെ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവല്ലേ, രക്ഷിക്കോ. ഡോക്ടർ പോയി. ഓപ്പ്, ഏത് ഡോക്ടർ ഒരു പേഷ്യന്റിനെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നത്? അവനാകെ പേടിച്ചു. നിന്റെ മണ്ണതരത്തിനൊക്കെ ഒരു പരിധി വേണം. ഇങ്ങനെ എത്ര കാലം ജീവിക്കാനാ? പന്ന ചെക്ക, എന്റെ കഥ തീർന്ന്. അവൻ പേടിച്ച് കണ്ണടച്ച് കളഞ്ഞു. ഒരവസരം കിട്ടിയാൽ അവൻ കണ്ട പെണ്ണുങ്ങടെ പറയെ പൊക്കോളും. അവന്റെ കുറച്ച് പൈസ കിട്ടിയാൽ അതെല്ലാം ചൂതാടിക്കളയും. നീ ഇങ്ങനെ ആയതുകൊണ്ടാ നിന്നെ എല്ലാവരും വെറുക്കുന്നത്. ഇത്രയും ഡയലോഗൊക്കെ കേട്ടിട്ടും ഇടിയൊന്നും കിട്ടാത്തത് കാരണം അവൻ പയ്യെ കണ്ണു തുറന്നു നോക്കി. പക്ഷെ കാണുന്നത് വേറെ ആരോ കേൾക്കാൻ വേണ്ടി തെറി പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ മുറി ഊതി കൊടുക്കുന്ന പുള്ളിയായിരുന്നു. പെട്ടെന്ന് അയാൾ അവന്റെ നോട്ടം ശ്രദ്ധിച്ചു. നിങ്ങൾ എന്തോന്നാ കാണിക്കുന്നേ? അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ചെറിയ മുറിവേ ഉള്ളൂ. മാർഷൽ ആർട്സ് പഠിക്കാത്ത നീ എന്തിനാ ആ പയ്യനുമായി തല്ലുണ്ടാക്കാൻ പോയത്? താൻ ആരാ എന്ന് ജിൻ. അയ്യോ, നിന്നെ തലയ്ക്കും പരിക്കേറ്റോ? ഡോക്ടറെ എവിടാ? നിനക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ലേ? ഇല്ല, ഒരിത്തിരി പോലും. എനിക്ക് അമ്നേഷ്യയാണെന്ന് അഭിനയിക്കാം. ഇതാ ഇപ്പൊ നല്ലത്, ജിന്റേക്കൊന്ന് വിചാരിച്ചു. അപ്പോ ഞാനിപ്പോ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എന്ത്? അയാളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒന്നുകൂടി പറയിപ്പിച്ചു. എന്റെ പേരെന്താണ്? ജിൻവി ക്യുങ്, ജിൻ ഫാമിലിയുടെ ലെസർ ഫാമിലി ഹെഡ്. വയസ്സ് 35, സിംഗിൾ. മാതാപിതാക്കൾ: പിതാവ് ഇപ്പോൾ മെയിൻലാൻഡിൽ കൂടി യാത്ര ചെയ്യുകയാണ്. അമ്മ 10 വർഷം മുന്നേ മരണപ്പെട്ടു. കൊള്ളാം. അപ്പോ രണ്ടാമത്തെ ചേട്ടനോ? ഹെവൻലി ജിൻബ്ലേഡ് എന്നറിയപ്പെടുന്ന ജിൻവി ക്യുങ്, 25 വയസ്സ്. ഹെവൻസ് ഗേറ്റ് ക്ഷേത്രത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥിയാണ്. കൊള്ളാം. പക്ഷെ ഹെവൻലി ജിൻബ്ലേഡോ? ആ പേര് നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ, എന്റെ തലയെല്ലാം വേദനിക്കുന്നേ. അയ്യോ, എന്റെ പുന്നാരനിയ. വൈകാതെ തന്നെ ജിന്റേക്കൊന്ന് ഇൻഫർമറി വിട്ടു. അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഒരു ഭൃത്തനും കൂടെ ഉണ്ടായിരുന്നു. അയാൾ പോകുന്ന വഴിക്ക് എല്ലാം കാണിച്ചു കൊടുത്താണ് പോകുന്നത്. അവസാനം ജിന്റേക്കൊന്ന് താമസിക്കുന്ന ആ വലിയ മാളികയ്ക്ക് മുന്നിൽ അവരെത്തി. 2ാം നിലയിലാണ് അവന്റെ ബെഡ്റൂം. അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ധാരാളം പരിചാരകരും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഭൃത്തൻ പോയി. വിശാലമായ ആ കെട്ടിടത്തിനകത്ത് കയറിയിട്ട് ജിന്നിന് അത്ഭുതമായിരുന്നു. പുറം ലോകത്തെ ജിന്റേക്കൊന്ന് താമസിക്കുന്നത് ഒരു വയ്യാത്ത അപ്പാർട്ട്മെന്റിലും ഇതിനകത്തെ ജിന്റേക്കൊന്ന് താമസിക്കുന്നത് ഒരു കൊട്ടാരത്തിലും. ഇതിനകത്ത് എന്തൊക്കെയാണെന്നറിയാൻ ജിജ്ഞാസയിൽ ഒരു വാതിൽ തുറന്ന് കണ്ട കാഴ്ച കണ്ടവൻ ഞെട്ടിപ്പോയി. വേറെന്തോന്ന്, അതിനകത്ത് മുഴുവൻ പലതരം തുണികളായിരുന്നു. വലിയ ഫാഷൻകാരനാ തേണ്ടി. ഒരു മുറി മുഴുവൻ തുണി. ജിന്ന് അടുത്ത മുറിയുടെ അടുത്ത് ചെന്ന് ഇതിനകത്തും തുണിയായിരിക്കരുതേ എന്ന് വിചാരിച്ചത് തുറന്നു. ആ മുറിക്കുള്ളിൽ നിറയെ പുസ്തകങ്ങളായിരുന്നു. അത് കണ്ടവന് സന്തോഷമായി. ഷെൽഫിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് പൊടി തട്ടിക്കളഞ്ഞവൻ തുറന്നു നോക്കി. 3 ഫുട്ട് ടെക്നിക് ഓഫ് വാർ എന്നായിരുന്നു അതിന്റെ പേര്. സ്കിൽ എന്ന മെസ്സേജ് വന്നു. ടൈപ്പ് മാർഷൽ സ്ക്രോൾ. റാങ്ക് 3rd റേറ്റ്. ഡീറ്റെയിൽസ് യഥാർത്ഥ യുദ്ധത്തിനായുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാൽ സാങ്കേതിക വിദ്യകൾ. അടുത്ത മെസ്സേജ്: താങ്കൾക്ക് ഈ സെലക്ട് ചെയ്ത മാർഷൽ ആർട്സ് പഠിക്കണോ? 10ൽ 3. വിന്നല്ല, ഈ സിസ്റ്റം എന്നെ ഇത് പഠിക്കാൻ സഹായിക്കും. കാര്യങ്ങളൊക്കെ ഒത്തിരി എളുപ്പമാകുമല്ലോ. അപ്പോഴാണ് 10ൽ 3 എന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. 3 വിദ്യകൾ ഉണ്ടായിരുന്നു. ജിൻ ഫാമിലിയുടെ കൾട്ടിവേഷൻ ടെക്നിക്ക്, ഫുഡ് ടെക്നിക്ക്, സ്പിയർ ടെക്നിക്ക്. അപ്പോൾ അവന് പഠിക്കാൻ പറ്റുന്ന മാർഷൽ ആർട്സിന് ലിമിറ്റ് ഉണ്ടോ എന്ന് അവൻ അത്ഭുതപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അവൻ ആ പുസ്തകം വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഇവിടെ എന്തോരം പുസ്തകങ്ങളുണ്ട്. കണ്ട 3ാം കട വിദ്യ പഠിച്ച എന്റെ കഴിവ് കളയാൻ പാടില്ല. തന്റെ മുന്നിലുണ്ടായിരുന്ന അനേകം ഷെൽഫുകളിലെ പുസ്തകങ്ങൾ നോക്കി അവൻ അട്ടഹസിച്ചു. എന്നിട്ട് അടുത്ത പുസ്തകം എടുത്ത് നോക്കി. അതിന്റെ പേര് ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്സ് ഓഫ് ദ നൈറ്റ് കിങ് എന്നായിരുന്നു. ടൈപ്പ് എറോട്ടിക് നോവൽ. ചിത്രങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ നിർദ്ദേശിക്കുന്നു. അയ്യേ. നേരം നന്നെ ഇരട്ടിയപ്പോഴാണ് ജിൻവി ക്യുങ് തന്റെ പേപ്പർ വർക്കുകളെല്ലാം തീർത്തത്. ഓഫീസിൽ നിന്നും ജിൻവി ക്യുങ്ങും വീപ്പെങ് എന്ന അനുയായിയും തിരികെ നടന്നു.
വീപെങ് അയാളുടെ അനുയായി മാത്രമായിരുന്നില്ല, ഉറ്റ സുഹൃത്ത് കൂടിയായിരുന്നു. അപ്പോഴാണ് ജിൻഡേക്യുങ്ങിന്റെ വീട്ടിൽ നിന്നും വെളിച്ചം കാണുന്നത്. ഇവൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നറിയാൻ ജിൻവിക്യുങ് അങ്ങോട്ട് നീങ്ങി. എന്നാൽ വീപെങ് പറഞ്ഞു, അവനെ നാളെ പോയി കാണാം, അവനെല്ലാം മറന്നുപോയതായിട്ട് അഭിനയിക്കുന്നതാ, പതിവ് പോലെ കുടിച്ച് പൂസായിരിക്കുമെന്ന് അയാൾ പറഞ്ഞു. വീപെങ്ങിന് ജിൻഡേക്യുങ്ങിനെ അത്ര ഇഷ്ടമൊന്നുമല്ല. അവർ അടുത്ത് ചെന്നപ്പോൾ മുറിയിൽ നിന്ന് കിതയ്ക്കുന്ന സൗണ്ടൊക്കെ. അവൻ ഇതിനകത്ത് സ്ത്രീയെ വിളിച്ച് കയറ്റിയെന്നോർത്ത് വീപെങ്ങിന് ആരിശം വന്നു. അവൻ വേറെ വല്ലതും ചെയ്യുവാണെങ്കിൽ എന്റെ 1 മാസം ശമ്പളം കട്ട് ചെയ്തോ എന്ന് വീപെങ് വെല്ലുവിളിച്ചു. എന്നാൽ ജിൻവിക്യുങ് വീപെങ്ങിനോട് ഇത് വന്ന് കാണാൻ പറഞ്ഞു. വേറെപ്പോടെ വല്ല വൃത്തികേടുമാണെന്ന് വിചാരിച്ച് വന്ന് നോക്കിയ വീപെങ്ങിനെ കണ്ണു തള്ളിപ്പോയി. ജിൻഡേക്യുങ്ങിന്റെ ശരീരം നിന്ന് വിയർക്കുന്നു. ഒരു കൈയിൽ പുസ്തകം, ഒരു കാൽ ആകാശത്ത്. അവൻ ആ പുസ്തകത്തിൽ പറഞ്ഞ ഫുഡ് ടെക്നിക്ക് ചെയ്തു നോക്കുകയായിരുന്നു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ കാല് മടിഞ്ഞവൻ നിലത്ത് വീണു. ഏത് ഈ ഉണ്ടാക്കിയത്? ഇനുറാക്ക പറഞ്ഞു. വീപെങ്, എന്താണ് പ്രഭു? അയാൾ പുഞ്ചിരിച്ചു. അപ്പോ നിനക്ക് ഈ മാസം ശമ്പളമില്ല. താങ്കൾ ജിൻ ഫാമിലിയുടെ ഫുഡ് ടെക്നിക്ക് പഠിച്ചിരിക്കുന്നു. അതിനൊപ്പം അവന് പല അച്ചീവ്മെന്റുകളും കിട്ടി. ജിൻഡേക്യുങ് ആകപ്പാടെ തളർന്നു പോയിരുന്നു. അവൻ ആ മുറിയിലെ പുസ്തകങ്ങളെല്ലാം പരതിയിട്ടും കുറച്ച് മാർഷൽ ആർട്സ് ബുക്ക് മാത്രമാണ് കിട്ടിയത്. ബാക്കിയെല്ലാം എറോട്ടിക് നോവൽസും. എന്താണേലും സ്പിയർ ടെക്നിക്കിന്റെയും ഫുഡ് ടെക്നിക്കിന്റെയും പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. ജിൻഡേക്യുങ് ആ ഫുഡ് ടെക്നിക്കിനെ കുറിച്ച് ഒന്നുകൂടി നോക്കി. ജിൻ ഫാമിലിയിലെ വംശപരമ്പരയിൽ മാത്രമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന ആ ടെക്നിക്ക് ഫസ്റ്റ് റേറ്റ് ടെക്നിക്ക് ആയിരുന്നു. മാത്രമല്ല കാൽച്ചുവടുകൾ വെക്കുന്ന രീതി വളരെ ലളിതമാണെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ജിന്നിന് അങ്ങനെ തോന്നിയിരുന്നില്ല. അവനത് പരിശീലിച്ചു തുടങ്ങിയപ്പോൾ സിസ്റ്റത്തിന്റെ സഹായത്തോടെ തറയിൽ കാൽ എവിടെ ചവിട്ടണമെന്ന ഒരു ഗംഭീര രൂപം തന്നെ തറയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കാൽ ചവിട്ടുന്നത് തെറ്റിപ്പോയാൽ അലേർട്ട് അടിക്കും. അടുത്ത സീക്വൻസിനും ഇച്ചിരിയെങ്കിലും സമയം തെറ്റിയാലോ കാൽ മാറിയാലോ അവൻ അതിൽ ഫെയിൽ ആകുമായിരുന്നു. ആ മിഷൻ ജയിക്കാൻ ആ ടെക്നിക്ക് അതുപോലെ തന്നെ 100 തവണ ആവർത്തിക്കുകയും ചെയ്യണമായിരുന്നു. പക്ഷേ അവസാനം അവൻ വിജയിച്ചു. അപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു. സിസ്റ്റം ഉപയോഗിച്ചിട്ടും എനിക്ക് പകുതി ദിവസം വേണ്ടി വന്നത് തീർക്കാൻ. ഇനി സ്പിയർ ടെക്നിക്ക് കൂടി പഠിക്കണേൽ എന്തോരം സമയം വേണം? അവൻ എണീറ്റിട്ട് നടുനിവർത്തി. എന്താണേലും ഈ ലോകത്ത് ഇതെന്റെ 5ാമത്തെ ദിവസമാണിത്. ഇവരെന്ത് ടൈം മാനിപ്പുലേഷൻ ഉപയോഗിക്കുകയാണേലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചാലേ കാര്യമുള്ളൂ. എന്താണേലും ഇന്നത്തെ ട്രെയിനിങ് നടത്താം. തിരികെ പോകുമ്പോൾ ഗ്രേറ്റസ്റ്റ് മാർഷൽ ആർട്സ് ഓഫ് ദ നൈറ്റ് കിങ് എന്ന പുസ്തകം കൂടി അവൻ കൂടെ കൂട്ടി.